2-ാം അധ്യായം ആരംഭിക്കുന്നു. സഞ്ജയൻ അത് ഏറ്റെടുക്കുന്നു. അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ് 2-ാം അധ്യായത്തിൽ. എന്താണ്? ക്ലൈബ്യം മാസ്മകമ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. അല്ലയോ പരന്തപ, എല്ലാറ്റിനെയും തപിപ്പിക്കാൻ പോകുന്ന ശേഷിയുള്ള അല്ലയോ അർജുന, നിനക്ക് എവിടുന്നാണ് ഈ ഒരു ക്ലീബാവസ്ഥ, ആണത്തമില്ലായ്മ എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നീ ഒരു പുരുഷനാണ് ഇല്ലേ. നീ പലപ്പോഴും എനിക്ക് പല ആപ്ലിക്കേഷനും ഫില്ല് ചെയ്ത് തന്ന സമയത്ത് ആ കോളത്തിൽ നീ എം എന്നാണ് ഇട്ടത്. പക്ഷെ നീ ഇപ്പൊ അതല്ലല്ലോ. ഇവിടുന്ന് വന്നു ചേർന്നു. ഇത് നീ കൈക്കൊള്ളരുത് എന്ന് പറയാം. അതായത് നിന്നിൽ ആദ്യം തന്നെ ആ ഭഗവാന്റെ സമീപനം നമ്മൾ കണ്ടിട്ടുള്ളതാ അല്ലേ. ഒരു തീരുമാനമെടുത്ത ഒരാളെ എങ്ങനെ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ, ഇളക്കാൻ എന്താ സാധിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? സംശയത്തെ സൃഷ്ടിക്കണം. എടുത്ത തീരുമാനത്തിൽ ഒരു സംശയത്തെ സൃഷ്ടിക്കാൻ ഭഗവാൻ ആദ്യം തന്നെ ഒരു ശ്രമം നടത്തുന്നു. അത് പൂർണ്ണമായിട്ട് വിജയിക്കുന്നു. എന്താ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? നിനക്കിത് തീരെ യോജിച്ചതല്ല, നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാം. ഏതത് ത്വയിന്ന ഉപപദ്യത്തെ, മോനെ നീ ഇപ്പോൾ എടുത്ത തീരുമാനമുണ്ടല്ലോ, ഇത് നിനക്ക് ചേർന്നതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് തോന്നുന്നില്ല. കാരണം നിന്നെ ഞാൻ ഇങ്ങനെയല്ല, നിന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ വെറുതെ ഇങ്ങനെ ദിവസവും പ്രതീക്ഷ പറയലല്ല, ഒരൊറ്റ സമയത്താണ് ഇത് പറയണത്. നിനക്കിത് ചേർന്നതല്ല, നീ എടുത്ത ഈ തീരുമാനം നിനക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഇതിനെ നീ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ത്യജിച്ചിട്ട് ഉത്തിഷ്ഠ, നീ എഴുന്നേൽക്കൂ എന്ന് പറയാ. ഇത് കേട്ടപ്പോ അർജുനന് ചോദ്യം വീണ്ടും, എങ്ങനെയാ ഞാൻ ഇവരെ ഇല്ലാണ്ടാക്കുക? അപ്പൊ അർജുനൻ നിലനിന്നത് അഹിംസയിലല്ല ഹിംസയിലാണെന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ടെന്നാൽ ഹിംസയുടെ ആണിക്കല്ലാണ്, അതിനെ അടിച്ചിരിക്കുന്നതാണ് ഞാനെന്നും എന്റേതെന്നും. ഞാനെന്നും എന്റേതെന്നും എന്നതിൽ നിന്ന് അർജുനൻ അണുവിട മാറിയിട്ടില്ല. ഇതിൽ നിന്ന് മാറാത്തവൻ ഒരിക്കലും അഹിംസയെക്കുറിച്ച് പറയാൻ അധികാരമില്ല. ഇതാണ് ഭഗവാൻ ഇളക്കുന്നത്. അതുകൊണ്ട് നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, ദുഃഖിക്കുന്നു. ഇതൊരിക്കലും ചേർന്നതല്ല എന്ന് പറയാം. അവിടുന്ന് മുതൽ ഭഗവാൻ അശോച്യാൻ അന്വശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞ് ഭഗവാൻ തുടങ്ങിയിട്ട് എന്താണ് ഞാനും നീ, അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഗംഭീരമാണ്. ഗീതയുടെ ഏറ്റവും സുന്ദരമാർന്ന, അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങളുടെ ആകെ തുകയെ എല്ലാറ്റിനെയും സംഗ്രഹിച്ച് ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു. പരമമായ ജ്ഞാനത്തെ തന്നെ. അതിൽ കുറഞ്ഞ ഒരേർപ്പാടും ഭഗവാൻ അവിടെ ചെയ്തിട്ടില്ല. തുല്യതയെക്കുറിച്ചല്ല ഭഗവാൻ പറഞ്ഞ, അതുല്യമായിട്ടുള്ള ഭാവത്തെക്കുറിച്ച് അവിടെ അവതരിപ്പിച്ചു. നത്വേ വാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നജൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. നീയോ ഞാനോ ഇല്ലാതെയാകുന്നില്ല, എന്നും ഉള്ളവരാണ്. ആ എന്നും ഉള്ളതിലേക്ക് അർജുനനെ ഭഗവാൻ ക്ഷണിച്ചു എന്ന് പറയാം. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരഹ തത്ര നമുഹ്യതി. ധീരൻ ആ വിഷയത്തിൽ മോഹിക്കുന്നില്ല. കാരണം നീ നിന്റെ ബാല്യത്തെ കണ്ടതാണ്, നീ നിന്റെ യുവത്വത്തെ കണ്ടതാണ്. നീ ഇപ്പോ നിന്റെ ഈ അർജുനൻ വൃദ്ധനല്ല, യുവാവ് തന്നെയാണ്. നീ നാളെ നിന്റെ വാർദ്ധക്യത്തെ കാണും. പക്ഷെ നീ ആരാണ്? നിത്യനാണ് എന്ന് പറയാം. നീയും ഞാനും ഈ രാജാക്കന്മാരും എല്ലാം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഉള്ളതിന്, ആ നിത്യമായതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ എന്നൊന്ന് സംഭവിക്കുന്നതല്ല. ഇതറിഞ്ഞവരായിരുന്നു നമ്മുടെ തത്വദർശികൾ. തത്വത്തെ ദർശിച്ചിട്ടുള്ള അവര് ഉള്ളതിന് ഇല്ലായ്മയെന്നോ ഇല്ലായ്മയ്ക്ക് ഉണ്മയുണ്ട് എന്നോ നാസതോ വിദ്യതേ ഭാവഃ നാ ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ സ്ത്വനയോ തത്വദർശിഭിഃ. തത്വദർശികളാൽ ഈ കാര്യം
സ്പഷ്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അസതഃ ഭാവഃ ന വിദ്യതേ. അസത്യന്, ഇല്ലാത്തതിന് ഉണ്മ ഉണ്ടാകുന്നതല്ല. സതഃ അഭാവഃ ന വിദ്യതേ. ഉണ്മയ്ക്ക് ഇല്ലായ്മ എന്നൊന്ന് ഇല്ല. ഇതിന്റെ രണ്ടിന്റെയും അനയോഹോ ഉഭയോഹോ അഭി അന്തഃ തു, ഈ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അന്തത്തെ, പാരമ്യത്തെ അതിൽ നിർണയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാൽ? തത്വദർശികളാൽ എന്ന് പറഞ്ഞ് ആ ആത്മാവിന്റെ നിത്യതയെ ഭഗവാൻ അർജുനന്റെ മുൻപിൽ 2-ാം അധ്യായത്തിൽ വിസ്തരിച്ച് അവതരിപ്പിച്ചപ്പം ഈ നിത്യതയെ പ്രാപിച്ചിട്ടുള്ള ഒരുവൻ എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും, എന്തൊക്കെ പറയും എന്നതും മാത്രമല്ല, ഭഗവാൻ അതിന്റെ ഈ അതിന്റെ കാഴ്ചയെക്കുറിച്ച് വളരെ കയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത് ഇത്യാദി ശ്ലോകങ്ങളെ കൊണ്ടൊക്കെ ഉപനിഷത്തിലെ മന്ത്രസമമായിട്ടുള്ള ശ്ലോകങ്ങളെയൊക്കെ അവതരിപ്പിച്ചു എന്ന് പറയാം. തുടർന്നാണ് അർജുനൻ ആ സ്ഥിതപ്രജ്ഞന്റെ കാ ഭാഷ എന്നൊക്കെ ചോദിച്ചത്. അതിന് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആരാ സ്ഥിതപ്രജ്ഞൻ? യാതൊന്നിലേക്കാണോ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പ്രജ്ഞയുള്ളവൻ. എല്ലാവരും ഏതൊന്നിലേക്ക് ഉണർന്നിരിക്കുന്നു, അതിൽ സ്ഥിതപ്രജ്ഞൻ ഉറങ്ങിയിരിക്കുന്നു. യാതൊരുവർ യാതൊന്നിലേക്ക് ഉറങ്ങിയിരിക്കുന്നു, അതിൽ സ്ഥിതപ്രജ്ഞൻ ഉണർന്നിരിക്കുന്നു. ബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്നു, മറ്റുള്ള മായയിൽ അദ്ദേഹം ഉറങ്ങിയിരിക്കുന്നു, അല്ലെ അതിനെ ജയിച്ചിരിക്കുന്നു എന്ന് പറയാം. അവനാണ് സ്ഥിതപ്രജ്ഞൻ. പിന്നെ ഈ 2-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം 62-ാമത്തെ ശ്ലോകം. ഒരുവന്റെ നാശത്തെ ഗീത പറയുന്നത്. ആ വ്യക്തിയുടെ നാശമാണ് കുടുംബത്തിന്റെ നാശമെന്നും, കുടുംബത്തിന്റെ നാശമാണ് സമൂഹത്തിന്റെ നാശം, സമൂഹത്തിന്റെ നാശമാണ് ദേശത്തിന്റെയും തദ്വാര രാജ്യത്തിന്റെയും, രാജ്യത്തിന്റെ നാശം ലോകത്തിന്റെ നാശം. സർവനാശം കുടികൊള്ളുന്നത് എവിടെ എന്ന് ഗീത വളരെ അടുക്കും ചിട്ടയുമായി അവതരിപ്പിക്കുന്നു 2-ാം അധ്യായത്തിൽ 62-ാമത്തെ ശ്ലോകത്തിൽ. ഒരു ലോകം നശിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിധേന ലോകം നശിക്കുന്നുവെങ്കിൽ ആ നാശത്തിന് ഹേതു എന്ത് എന്ന് ചോദിച്ചാൽ ഇതാ ഇപ്പോഴേ എഴുതി വെച്ചോളൂ. എന്താ പറയുന്നത്? ഇനി ലോകം എല്ലാ പ്രകാരത്തിലും സമൃദ്ധിയെ പ്രാപിക്കുന്നുവെങ്കിൽ അതിനും ഇതേ ശ്ലോകം തന്നെ എഴുതി വെച്ചോളൂ. ഇതൊക്കെ രണ്ടും പറയാനുണ്ട്. എന്താ പറയുന്നത്? ധ്യായതോ വിഷയാൻ പുംസഃ, വിഷയാൻ ധ്യായതഃ, പുംസഃ വിഷയാൻ ധ്യായതഃ. ഓരോരുത്തരും വിഷയങ്ങളെ ധ്യാനിക്കുന്നു. ഈ ലോക നേതാക്കന്മാരുണ്ടല്ലോ, ബുഷ് ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്നു, വേറൊരാള് വേറൊരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്നു. എന്നിട്ട് അവർക്ക് അതിൽ എന്തുണ്ടാവുന്നു? തേഷു സംഘഃ ഉപജായത്തെ, അതിലവർക്ക് സംഘം ഉണ്ടാവുന്നു. സംഘത്തിൽ നിന്നോ സംഘാത് സംജായതേ കാമഃ, സംഘത്തിൽ നിന്ന് ആഗ്രഹങ്ങൾ ജനിക്കുന്നു. ആ വിഷയധ്യാനത്തിൽ നിന്ന് അതിനോടുള്ളൊരു താത്പര്യം ജനിച്ചാൽ അത് സ്വന്തമാക്കണമെന്ന ആഗ്രഹം. ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ അവരോട് ക്രോധഃ അഭിജായതേ, കാമാക്രോധോഭിജായതേ. ആ ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ക്രോധാത് ഭവതി സമ്മോഹഃ, ക്രോധത്തിൽ നിന്ന് വ്യാമോഹം ഉണ്ടാവുന്നു. സമ്മോഹാത് സ്മൃതി വിഭ്രമഃ, പൂർവികന്മാര് പറഞ്ഞിട്ടുള്ളതൊക്കെ മറന്നുപോകുന്നു. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശം സംഭവിക്കുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി, പിന്നെ ആറ്റം ബോംബൊക്കെ ഇടുകയും. ഹിരോഷിമ നാഗസാക്കിയുടെ പിറകിലെ താത്പര്യം എന്താ? ഈ ശ്ലോകമാണ്. അവരിങ്ങനെ ധ്യാനിച്ചു കൂട്ടുക, എന്നാ ഇതൊന്ന് പൊട്ടിച്ച് കാണുക, പൊട്ടിക്കേണ്ടത് ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ. അതെ, അതൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഇനി ലോകം മുഴുവൻ നശിക്കുന്നുവെങ്കിൽ ഇത് തന്നെ. ചില ആളുകൾ ആഗ്രഹിക്കുന്നു ചിലതൊക്കെ തങ്ങളുടെ കോളനിയാക്കണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ. അതിനാരെങ്കിലും എതിര് നിന്ന അപ്പരിക്കുക. ഭഗവാൻ പറഞ്ഞു, രാഗദ്വേഷ വിയുക്തൈഹി തു വിഷയാൻ ഇന്ദ്രിയൈഹി ചരന് ആത്മവശേർ വിധേയാത്മാ പ്രസാദം അധികച്ചതി. ഇതിൽ ആർക്കാണ് പ്രസാദം കിട്ടുന്നത്, ശാന്തി കിട്ടുന്നത്?
മനസ്സ് വശമായിട്ടുള്ളവൻ അവൻ എന്ത് ചെയ്യുന്നു? രാഗദ്വേഷ വിയുക്തങ്ങളായിട്ടുള്ള ഈ പ്രത്യേക താല്പര്യങ്ങളോ ഇത്യാദികളൊന്നും ഇല്ലാതെ ആത്മവശ്യേഹി തനിക്ക് സ്വാധീനപ്പെട്ട ഇന്ദ്രിയേഹി ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ അവൻ ചരിക്കുന്നു. അവന് പ്രസാദം അധികച്ചതി. അവനെ സംബന്ധിച്ച് ലോകം ഒരിക്കലും അവനൊരു പ്രശ്നമല്ല എന്ന് പറയാം. ലോകത്തിലുള്ള അവന്റെ ജീവിതത്തിൽ അവന് ശാന്തി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഗുരു പറഞ്ഞ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരുന്നത്. അല്ലെങ്കിൽ അപരന് അത് ദുഃഖമേ ഉണ്ടാക്കും. അത് ഒരു സുഖവും ഉണ്ടാവില്ല. മതത്തിന്റെ അടിത്തറയാണത്. അതേതും നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നത് പോലും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അലോസരങ്ങൾ സൃഷ്ടിക്കരുത് എന്നാ ഗുരുവചനം. അപ്പൊ അതിന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഉപരതി എന്നുള്ളതിനെ നമ്മൾ കണ്ടു. സ്വധർമ്മ ആചരണം, സ്വധർമാനുഷ്ഠാനമേവ. എന്തിനാ അപ്പൊ പ്രസാദം? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസാഹ്യാശുഹു ബുദ്ധി പര്യവതിഷ്ഠതേ എന്നൊക്കെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞ് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അർജുനൻ ഭഗവാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്തായിരുന്നു ചോദ്യം? ഭഗവാനെ അങ്ങ് പറഞ്ഞു ജ്ഞാനമാണ് കേമം, എന്നിട്ട് കർമ്മം ചെയ്യാനും പറയുന്നു. എനിക്കിത് മനസ്സിലാവുന്നില്ല. ചുരുക്കി പറഞ്ഞ അങ്ങയുടെ ഈ വാക്കുണ്ടല്ലോ, 2-ാം അധ്യായം കേട്ട അർജുനൻ പറയുന്നത് ഒരവീല് പരുവത്തിൽ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞു എന്നാ. വ്യാമിശ്രേണേവ ഇവ വാക്യേന തവ വാക്യം, അങ്ങയുടെ വാക്യമുണ്ടല്ലോ കൂട്ടിക്കുഴച്ചതുപോലെ എന്നാ. അതാണ് അർജുനന്റെ ആ ഋജുത്വം. പറയാൻ വിഷമമൊന്നുമില്ല. മിലിറ്ററിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുക. മിലിറ്ററി അദ്ദേഹം അങ്ങനെ ചോദിച്ചു, രണ്ടും എത്രയാണ്? അങ്ങ് പറയുന്നത് പോലെ. ആ ശരി കയറിക്കോളൂ. 4 പറഞ്ഞാൽ അപ്പൊ ഒരു ഇടിയിടിക്കും. നീ ആരാ 4 എന്ന് പറയാൻ? അങ്ങ് ഏവാൻ എത്രയാണോ അതായിരുന്നില്ല അർജുനൻ എന്ന് പറയാം. അർജുനന്റെ ആ ഋജുത്വം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് ഭഗവാനോടാണ് പറയുന്നത്. ഭഗവത്ഗീത അനുസന്ധാനം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളണം. ഇവിടെ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടോളണം എന്നല്ല, ഭഗവാനോട് പറയണം. ആ ക്ഷാത്രവീര്യമൊക്കെ എടുത്തുകൊണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് അറിയുമെങ്കിൽ തദേകം വധ നിശ്ചിത്യ, ഏതെങ്കിലും ഒന്നും ഉറപ്പിച്ച് പറയാൻ, ഇല്ലെങ്കിലും മിണ്ടാതിരിക്കുക. ആ ഒരു തന്റെ ഇടം ഉണ്ടല്ലോ, അതാണ് ശിഷ്യനിൽ നിന്ന് ഭഗവാൻ എന്താ പറയാ ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള അവസരത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയാം. അതാണ് നമ്മുടെ ശാസ്ത്ര വിചാരത്തിന്റെ ഒരു മഹത്വം. എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങോട്ട് കേട്ടോളണം എന്നല്ല. ആരടാ അത് ചോദിച്ചത് എന്ന് ചോദിച്ചിട്ട് അവന്റെ അങ്ങോട്ട് കഴുത്ത് അങ്ങോട്ട് എടുക്കുക. ആരാ അത് ചോദിക്കാൻ അധികാരം? അതുകൊണ്ട് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസി ഇവമേ തദേകം വധ നിശ്ചിത്യ യേന ശ്രേയഃ അഹം ആപ്നുയാം. യാതൊന്നുകൊണ്ട് എനിക്ക് ശ്രേയസ് ഉണ്ടാവുമോ അതറിയുമെങ്കിൽ അത് അങ്ങ് പറയും. അപ്പൊ ഭഗവാന് തോന്നി ഇവനെ ഒന്ന് കളിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഒരു തമാശ മട്ടിലാണ് അർജുനനെ ഒന്നുകൂടെ അർജുനനെ സങ്കീർണമാക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ 2 വിധത്തിൽ പറയുന്ന ഏർപ്പാട് എനിക്കുള്ളതാന്ന് പറയാം. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനക. ഇപ്പോഴൊന്നും തുടങ്ങിയ പരിപാടിയല്ല, പണ്ടേ ഞാൻ 2 വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജ്ഞാനയോഗത്തിലൂടെ ജ്ഞാനികൾക്കും കർമ്മയോഗത്തിലൂടെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവർക്കും. ഭഗവാൻ കർമ്മയോഗത്തിലേക്ക് അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ നിന്ന് അതിന്റെ ആ പടി അങ്ങനെയാണ്. അറിവിനെക്കുറിച്ച് അർജുനനിൽ എന്തുകൊണ്ട് ഈ സംശയം ഉണ്ടായി എന്നാണെങ്കിൽ 2-ാം അധ്യായം മുഴുവൻ കേട്ടപ്പം ജ്ഞാനത്തിന്റെ ആ ഒരു എന്താ പറയാ ആത്മാവിന്റെ ലക്ഷണമൊക്കെ കേട്ട സമയത്ത് മൂപ്പര് വിചാരിച്ചു, വാ ഇനി ഇത് തന്നെ ധ്യാനിച്ചിട്ട് തന്നെ കാര്യം. പക്ഷെ അങ്ങനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞല്ലോ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങ് ഈ ആത്മാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പുകഴ്ത്തിയ സമയത്തുണ്ടല്ലോ, ഇനി അതറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നായപ്പോഴാണ് അർജുനൻ ഈ പ്രശ്നത്തെ അവതരിപ്പിച്ചത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്നിനെയും കൂടെ കൂട്ടിവെച്ചു. ജ്ഞാനയോഗേന കർമ്മയോഗേന. അതിന്റെ ആ ഗീത കയറിയ പടി നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് 2 പ്രകാരത്തിലുള്ള ആളുകളെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ കർമ്മയോഗിയാവാൻ. അതുകൊണ്ട് നീ കർമ്മം ചെയ്യും. അങ്ങനെ ആ കർമ്മത്തിന്റെ മഹത്തരമായ ഭാവങ്ങളെ, എങ്ങനെയാണ് പ്രപഞ്ചം നിലകൊള്ളുന്നത്? 3-ാം അധ്യായത്തിലെ യജ്ഞത്തെക്കുറിച്ച്, യജ്ഞത്തിലാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത്.
ആരാണോ ഈ യജ്ഞ അനുസരിക്കുന്നത്, ഈ യജ്ഞചക്രത്തിൽ നിലകൊള്ളുന്നത്, അവൻ ജീവിതത്തെ സാർത്ഥകമാക്കുന്നു. അല്ലാത്തവനോ അഖായുരിന്ദ്രിയാരാമ മോഘം പാർത്ഥ സ ജീവതി, അവന്റെ ജീവിതം നിഷ്ഫലമാകുന്നു എന്നൊക്കെ 3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തിന്റെ മഹത്വം പറഞ്ഞു. അപ്പൊ പിന്നെ മൂപ്പർക്ക് തോന്നി എന്നാ ശരി കർമ്മയോഗിയായി കളയാം, അല്ലേ? 2-ാം അധ്യായം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ സന്യാസം എടുത്ത് കളയാന്നൊക്കെ തോന്നും. ശരി, ഈ വീടൊന്നും വേണ്ട, ആശ്രമത്തിലൊക്കെ പോയി അങ്ങനെ ആത്മാവ് തന്നെ ആത്മാവ്. 4-ാം അധ്യായം 3-ാം അധ്യായത്തിൽ യജ്ഞം, യജ്ഞചക്രം, അതിന്റെ അനുഷ്ഠാനം, അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് 4-ാം അധ്യായം ഭഗവാൻ ആരംഭിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്, അല്ലേ? ഈ ധർമ്മത്തെ അർജുന, ഞാൻ ഇവിടുത്തെ അങ്ങോട്ട് അർജുനൻ ഇങ്ങനെ പടിപടിയായിട്ട് അർജുനൻ കയറി വരുന്നത് നമുക്ക് കാണാം. 1-ാം അധ്യായത്തിൽ എന്തായിരുന്നു ഭഗവാനോട് പറഞ്ഞത്? പിന്നെ എന്റെ രഥമുണ്ടല്ലോ കൊണ്ടുപോയി നിർത്തൂ ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ, ഞാൻ കാണട്ടെ ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്. ശരി, ആമേൻ, അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞു. നടക്കട്ടെ അങ്ങനെ. ഇപ്പൊ ആള് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ചോദിച്ചു. അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ചോദിച്ചപ്പോ അത് എനിക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നറിഞ്ഞു. അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല, തനിക്കും പറ്റിയ പണിയാണ്. അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ നടക്കുക വേറൊരു രൂപത്തിലാണ്, ഇനി അത് പഠിക്കണം. ഭഗവാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അയാൾ സാധാരണക്കാരൻ തന്നെ. പിന്നെ ഇത് 4-ാം അധ്യായത്തിലെത്തിയപ്പം ഭഗവാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഈ യോഗത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ 3-ാം അധ്യായത്തിൽ. ഇത് ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സൂര്യൻ മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷ്വാകുവിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പരമ്പരയാൽ ഇത് നിലനിന്നു. പക്ഷെ നിന്റെ സമയമായപ്പോ ഇത് നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അർജുനന് തോന്നി, ഭഗവാൻ ഇതുവരെ എന്നോട് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, ഇപ്പൊ അതും തുടങ്ങി എന്ന് പറയാൻ ബഡായി പറയാനും തുടങ്ങി. അതുകൊണ്ട് അങ്ങ് ഈ ബഡായി പറച്ചിൽ നിർത്തൂ എന്ന് വീണ്ടും അർജുനൻ ഭഗവാനോട് പറയുന്നു. എന്താ പറയുന്നത്? അല്ല ഭഗവാനെ, അങ്ങയുടെ ജന്മം ഈ അടുത്ത കാലത്ത് അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതത് വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. അങ്ങ് ഈ അഷ്ടമി രോഹിണിയിൽ ജനിച്ചവൻ, സൂര്യനോ അങ്ങ് ജനിക്കുന്നതിന് എത്രയോ മുമ്പ്, പിന്നെ ഈ അങ്ങ് സൂര്യന് ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി നഴ്സറി കുട്ടികളോട് പറയുന്ന പോലെ എന്നോട് പറയരുത്. ഭഗവാൻ അതിന് പറഞ്ഞെടുത്തു. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. ഇവിടെ ഭഗവാൻ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ ആര് എന്ന്. ആ ബോധത്തിന്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളെക്കുറിച്ച് ഭഗവാൻ അർജുനനോട് പറയുന്നു. പക്ഷേ മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്ന അർജുനന് അത് മനസ്സിലാവില്ല എന്ന് പറയാം. മെനിയാന്ന് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് അർജുനന് ഓർമ്മയില്ല. ഇനിയാണോ പഴയ ജന്മം അറിയുന്നത്? അതുകൊണ്ട് ഞാനതറിയുന്നു. അതുകൊണ്ട് നീ എന്നെ എങ്ങനെ വേണം അറിയാൻ? താത്വികമായി എന്നെ അറിയണം. ഞാൻ ആരാണ്? അജോബിസൻ അവ്യാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ഇവിടെയാണ് നമ്മൾ യഥായഥാഹി ധർമ്മസ്യൊക്കെ കണ്ടത്, അല്ലേ? എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ആത്മാവിൽ നിന്ന് സംഭവിക്കുന്നു. എവിടെയാണ് ധർമ്മത്തിന്റെ ഗ്ലാനി? നമ്മുടെ ഉള്ളിൽ തന്നെ. എവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ. ഏത് തെറ്റ് ചെയ്യുമ്പോഴും അരുതെന്ന ചിന്തയോടുകൂടി ഭഗവാൻ അവതരിക്കുന്നു. ഇതൊക്കെ വിസ്തരിച്ച് കണ്ടതാ. അപ്പം നമ്മൾ ആ അധ്യായത്തിൽ ബുദ്ധിയാണ് സൂര്യനെന്നും, മനസ്സാണ് മനുവെന്നും, ഇന്ദ്രിയങ്ങളാണ് ഇക്ഷ്വാകുവെന്നും, ബുദ്ധിയിൽ നിന്ന് മനസ്സ്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക്. ഇപ്പം നിനക്കത് ചെയ്യാനൊരു തടസ്സം, ബുദ്ധിമുട്ട്. അപ്പൊ അർജുനൻ അത് ചെയ്യുന്നില്ല, സംശയം. അതുകൊണ്ട് ഞാൻ ഈ യോഗത്തെ വീണ്ടും നിനക്ക് പറഞ്ഞു തരാമെന്നുള്ളത്, കർമ്മം ചെയ്യാൻ വീണ്ടും ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്ന അധ്യായം 4-ാം അധ്യായം. അതിലാണ് ചാതുർവർണ്ണ്യത്തിന്റെ ഭഗവാൻ 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആ വർണ്ണങ്ങൾ ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് അവിടെ. അതിന്റെ കർത്താവ് ഞാനാകുന്നുവെങ്കിലും അതിന്റെ അകർത്താവും ഞാൻ എന്നറിയൂ എന്ന് അതിസങ്കീർണമായ ശ്ലോകം. 1, 2, 3 അധ്യായങ്ങളെ ഇന്നലെ സംഗ്രഹിച്ചു. അതിൽ 3-ാം അധ്യായത്തിൽ ഭഗവാൻ
പറയുന്ന ശ്രേയാൻ സ്വധർമ്മോ വിഗുണ 35-ാമത്തെ ശ്ലോകം. പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. അതേ ശ്ലോകത്തെ വേറൊരു പ്രകാരത്തിൽ ഭഗവാൻ 18-ാം അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് അവിടെ? ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽപിഷം. ഇവിടെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, പരധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി ഒന്ന് മനസ്സിലാക്കേണ്ടുന്നതാണ്. പല തലങ്ങളുണ്ട് ഈ ചോദ്യത്തിന്. ഒന്ന്, സാമാന്യമായിട്ട് ധർമ്മം എന്നതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു, വിശിഷ്ട മൂല്യങ്ങളെല്ലാം തന്നെ ധർമ്മത്തിന്റെ പട്ടികയിൽ പെടുത്താം. എല്ലാം. അപ്പൊ കർമ്മം എന്നുള്ളത് സ്വധർമ്മമാണ്, പറഞ്ഞിട്ടുള്ളതാണ് പലവട്ടം. സത്യം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന സ്വധർമ്മമാണ്. ഇങ്ങനെ അച്ഛൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ എന്റേതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ സ്വധർമ്മത്തിൽ പെടുന്നു. ഇതിലെല്ലാറ്റിലും ഉപരി സ്വധർമ്മം എന്ന് പറയുമ്പം സ്വമ്മിനെ ധരിച്ചിരിക്കുന്നത് ഏത്, അതിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഈ ധർമ്മങ്ങളെല്ലാം സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ധർമ്മത്തിന്റെ പട്ടികയിൽ ഇതെല്ലാം പെടുന്നത്. ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ ഈ സ്വധർമ്മം നിധനം ശ്രേയ, അത് കൊല്ലലാണെങ്കിലും ശ്രേയസ്കരമാണ്. പരധർമ്മം ഭയാവഹ എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ മനസ്സിലാക്കാം? ഒന്ന്, ഭഗവാൻ പറഞ്ഞു, ഏത് ഗുണങ്ങളെ കൊണ്ടാണ് നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മിൽ ഉള്ള ഗുണങ്ങൾ, അതിനനുസരിച്ച് നാം കർമ്മം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അർജുനനെ നമ്മൾ മനസ്സിലാക്കി, അർജുനന് കിട്ടിയ ശിക്ഷണം മുഴുവൻ എന്താണ്? ഒരു ക്ഷത്രിയന്റേതാണ്. അതേ സമയത്ത് ആ ക്ഷത്രിയന് ബ്രഹ്മപ്രാപ്തി, സത്യസാക്ഷാത്കാരം അവശ്യം വേണ്ടുന്ന ഒന്നാണ്. അത് ഭഗവാൻ അറിയാമെന്ന് പറയാം. അപ്പൊ ആ കർമ്മത്തിലൂടെ എങ്ങനെ ഈ സത്യത്തെ പ്രാപിക്കാം, ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇനി പരധർമ്മം എന്ന് പറഞ്ഞാൽ, അർജുനനെ സംബന്ധിച്ച് സന്യാസം പരധർമ്മമാണ്. അർജുനൻ അത് ഭഗവാനോട് പറയുകയും ചെയ്തു, ഞാൻ ഭിക്ഷയെടുത്ത് ഞാൻ കഴിയാം. പക്ഷെ ഭഗവാൻ അറിയാം ഇവൻ ഭിക്ഷ എടുത്താൽ ശരിയാവില്ല എന്ന്. കാരണം ആരെങ്കിലും ഭിക്ഷ കൊടുത്തിട്ടില്ലെങ്കിലോ അപ്പൊ ശരിയാക്കും. അവിടെ കിട്ടുന്ന സാധനം തന്നെ എടുത്തിട്ട് ഞാൻ ആരാന്ന വിചാരം, ലോകൈക ധനുർധരനാണ്, നിന്റെ മുന്നിൽ ഇങ്ങനെ കയ്യൊന്നും നീട്ടേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് എടുക്കുക ഭിക്ഷ എന്ന് പറയും. കാരണം അർജുനൻ അത് പറയും. മനസ്സിലായ നിനക്ക് എന്ന് ചോദിക്കും. ഭിക്ഷാപാത്രം തന്നെ അർജുനന് ധാരാളം, അവനെ കൊല്ലാൻ. അപ്പൊ ഇത് അറിഞ്ഞ ഭഗവാൻ ഏതൊന്നാണോ സന്യാസഭാവത്തിലൂടെ കൈവരിക്കേണ്ടത്, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കേണ്ടത്, അതിനെ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ സാക്ഷാത്കരിക്കാമെന്ന് ഒരു പക്ഷം. പക്ഷെ യുദ്ധത്തെയൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടാണ് ഗീത നമ്മൾ സംസാരിക്കുന്നത്. ബാഹ്യമായ ഇനിയൊരു യോദ്ധാവ് എന്ന നിലയിൽ തന്നെ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ അവൻ ഈ സത്യം സാക്ഷാത്കരിക്കാമെന്നാണ്. രണ്ട്, ഇതിനെ വളരെ താത്വികമായി വിചാരം ചെയ്യുന്ന സമയത്ത് പരധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത ധർമ്മം തന്നെയാണ്. എന്താണ് സ്വധർമ്മം? ഞാനായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വധർമ്മം. മറ്റുള്ളതൊക്കെ ഭയാനകമാണ് എന്ന് പറയാം. എന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ടുള്ളത് ഞാനാണ് എന്ന് ധരിക്കുന്നത് തന്നെ പരധർമ്മത്തെ ഞാൻ സ്വീകരിക്കല. എന്തൊക്കെയാണ് ഞാൻ പരധർമ്മത്തെ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്നാണെങ്കിൽ, ഞാൻ ദുഃഖിയാണ്, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ അഹങ്കാരമാണ്. ഇതിന്റെ ചേരുവകളാൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളെല്ലാം ഞാനാണ് എന്ന് പറയുന്നത് തന്നെ പരധർമ്മത്തെ സ്വീകരിക്കല. അങ്ങനെ പല തലങ്ങളുണ്ട് ഈ ശ്ലോകത്തിന് എന്ന് പറയും. അപ്പം ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ വാക്കുകളിലൂടെ നമ്മൾ ഈ ആശയങ്ങളെയൊക്കെ
അതായത് വാക്കുകളിലൂടെയുള്ള സംവേദനം ഉണ്ടല്ലോ, ആ സംവേദനം ശരീരത്തിന് സ്വീകാര്യമല്ല. ശരിക്കും മനസ്സിലാക്കണം, അത് ശിരസിന് സ്വീകാര്യമാണ്. വാക്കുകളിലൂടെയുള്ള സംവേദനം ഒരിക്കലും ശരീരത്തിന് സ്വീകാര്യമല്ല, അത് ശിരസിന് സ്വീകാര്യമായിരിക്കാം. പക്ഷെ ശരീരത്തിന്റെ വേരുകളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇതിനെ ഇറക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ജ്ഞാനം കഴിഞ്ഞിട്ട് 2-ാം അധ്യായം കഴിഞ്ഞിട്ട് കർമ്മയോഗത്തെ പറഞ്ഞത്. ഈ അറിവിനെ കരചരണങ്ങളിലേക്ക് ആവാഹിക്കുന്ന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാ. ഗീതയിലത്, ഗീതയിൽ മാത്രമേ ഇത് കാണുള്ളൂ. മറ്റുള്ള ശാസ്ത്രങ്ങളിൽ കാണുമായിരിക്കാം, പക്ഷെ ഇതിനെ വളരെ പ്രത്യക്ഷമായി അതിന്റെ ആ പ്രയാണം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കേട്ടതിന്റെ ആ അറിവിന്റെ വെളിച്ചത്തിലുള്ള കർമ്മം, അതിനാണ് ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്, സ്വധർമ്മം എന്ന് പറയുന്നത്. അല്ലാത്തതെല്ലാം പരധർമ്മമാണ്. അതായത് ഞാൻ കാരണം, ഞാൻ ഇവരെ കൊല്ലുന്നവനാണ് എന്ന് ധരിച്ചിരിക്കുന്നതേ പരധർമ്മമാണ്. കാരണം നിന്നിൽ ഈ കർത്തൃത്വം ഇല്ല എന്ന് പറയാം. ഞാൻ മുൻപേ ഇത് ചെയ്യപ്പെട്ടു കഴിഞ്ഞു, എന്നാൽ ഇവരൊക്കെ മുൻപ് തന്നെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അർജുന, നിമിത്തം മാത്രമായി നിൽക്കുന്ന നീ എങ്ങനെ ഇതിന്റെ കർത്താവാകും? അതുകൊണ്ട് ഇല്ലാത്ത കർത്തൃത്വം എന്തിനാ ഏറ്റെടുക്കുന്നത്? അതുകൊണ്ട് ഈ ഒരു ശ്ലോകത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. സ്വധർമ്മവും പരധർമ്മവും. പരധർമ്മം പലപ്പോഴും നമ്മൾ പല വിധത്തിലുള്ള ധർമ്മത്തെ സ്വീകരിക്കണം, പലതും. ഈ പരധർമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാ? രാവിലെ മുതൽ നമുക്ക് പലതിലും ഉണ്ടല്ലോ. അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നമ്മൾ വിഷമിച്ചിരിക്കുന്നത് എന്താ? പരധർമ്മത്തെ സ്വീകരിച്ചതാ. നമ്മുടെ സ്വരൂപം എന്താണ്? ആനന്ദം, അല്ലേ? അപ്പൊ ഇത് കാലാകാലങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാൻ അഭ്യാസേന വൈരാഗ്യേണ ഗൃഹ്യതേ എന്ന് പറഞ്ഞത്. എന്താ ഈ അഭ്യാസം? ആവർത്തിച്ചുള്ള പരിശീലനാണ്. അത് നന്നായിട്ട് കിട്ടണം. എങ്ങനെയാണോ ഈ ആവർത്തിച്ചുള്ള പരിശീലനം? ഇപ്പൊ നമ്മുടെ ഒരു പേര്, ഒരാളുടെ പേര് വേലായുധൻ എന്നാ. അപ്പൊ ഈ വേലായുധൻ എന്ന പേര് അവനെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ, അവന്റെ അമ്മ, മറ്റുള്ളവരൊക്കെ കുട്ടിക്ക് പേരിട്ടു. 28-ാം നാളിട്ടു. അങ്ങനെ അവനെ വേലു വേലു എന്നൊക്കെ വിളിച്ചു. എന്നാലും സ്കൂളിലെ കുട്ടികളെ വേലായുധൻ എന്നൊക്കെ വിളിക്കും. അങ്ങനെ അവനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് വേലായുധൻ എന്ന് മറ്റുള്ളവരോട് പറയും, ഇല്ലേ? അങ്ങനെ പറഞ്ഞ് അവന്റെ ബോധമനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് വീണ്ടും അതിന്റെ ആഴങ്ങളിൽ വേലായുധൻ എന്നുള്ളത് ഉറച്ചങ്ങോട്ട് കിടക്കുക. ഇനി ഒരു 100 ആളുടെ കൂട്ടത്തിൽ, ഇതൊക്കെ പരീക്ഷണത്തിന് വിധേയമാക്കാവുന്നതാണ്. 100 ആളുടെ ഒരു ക്യാമ്പിൽ, 100 പേരുടെ ക്യാമ്പാണ്. ആ 100 പേരുടെ ക്യാമ്പിൽ വേലായുധനും എല്ലാവരും ഉറങ്ങുന്നു. ഒരു വേലായുധനേ ഉള്ളൂ എങ്കിൽ ആ ഉറങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ പോയിട്ട് വേലായുധനുണ്ടോ ഇവിടെ ഒരു 4 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ വേലായുധൻ മാത്രം ഉണരും. ഏത് വേലായുധനാ ഈ വേല ഇറക്കിയത് എന്ന് രാത്രി അല്ലെങ്കിൽ ആ വേലായുധൻ ഉണരും. എന്താണ് വേലായുധൻ എന്ന വിളി, അല്ലെങ്കിൽ രാമനോർ കൃഷ്ണൻ എന്തോ ആവട്ടെ, ആ വിളിയുണ്ടല്ലോ, അതല്ലേ ആൾക്കൂട്ടത്തിൽ പെട്ടെന്ന് നമ്മുടെ പേര് വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിയുന്നത്. വേറെ ഒരു ശബ്ദവും നമ്മൾ കേൾക്കാറില്ലെങ്കിലും പെട്ടെന്ന്. എന്തുകൊണ്ടാ? ആവർത്തിച്ച് പരിശീലിക്കപ്പെട്ടു എന്ന് പറയാം. അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. ഇതുപോലെ അതിന്റെ വേരുകളിലേക്ക് ഇതിനെ ആഴ്ത്തി ഇറക്കേണ്ടതുണ്ട് എന്ന് പറയാം. അത് ഇറങ്ങിച്ചൊല്ലേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഈ ആശയം പറയുന്നത്? ഇപ്പൊ ഇത് ശരീരത്തിന് സ്വീകാര്യമല്ല, ശിരസിന് സ്വീകാര്യമായിട്ടുണ്ട്. അതാണ് ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അഭ്യാസേന വൈരാഗ്യേണ എന്നുള്ളത് ഭഗവത്ഗീതയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭഗവാന്റെ ഒരു നിർദ്ദേശമാണ്. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. 3-ാം അധ്യായത്തിലേതും ഈ 18-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് പറയുന്നതിന്
പരധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. സ്വഭാവനിയതം കർമ്മ, നമ്മുടെ സ്വരൂപത്തിനനുസരിച്ച് ഏത് ഗുണത്താൽ നാം പ്രഭാവിതമാണോ, ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷണം, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നാം എന്ത് ചെയ്യുന്നത്, ലോകത്തോട് പ്രതികരിക്കുന്നത്. സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴായിട്ട്, നമ്മളൊരു ശാസ്ത്രീയ സംഗീതത്തോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഥകളിയോട് പ്രതികരിക്കുന്നത്, അതൊക്കെ നമ്മളെ വെറുതെ കൊണ്ടുപോയി കഥകളിക്ക് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണ്. ഒരുപാട് ധനമൊക്കെ ആയി, എന്നാൽ ശരി ഇനി കഥകളിയും കൂടെ ആവാം എന്ന് വിചാരിച്ച് കഥകളിക്ക് മുൻപിൽ ഇരുന്ന് കഴിഞ്ഞാലോ ബുദ്ധിമുട്ടാണ്. അപ്പൊ കഥകളി അതിന്റെ കഥയും അതിന്റെ ആ ഒരു സംസ്കാരം അതൊക്കെ ഉണ്ടെങ്കിലോ അത് വളരെ ആസ്വദിക്കാൻ പോകുന്ന ഒന്നാ. അല്ലെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം തനിക്ക് കിട്ടിയ ശിക്ഷണം, താൻ വായിച്ചത്, താൻ കേട്ടത്, താൻ കളിച്ചതും കൂട്ടുകാരോടൊപ്പം, ഇങ്ങനെ ഇതെല്ലാം നമ്മെ സ്വാധീനിക്കുന്നതാണെന്ന് പറയാം. ഒരുപാട് സ്വാധീനങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആചാര്യന്മാര് ചെറുപ്പത്തിൽ തന്നെ ഓരോന്നും അതിനെ അതത് രൂപത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധം പിടിച്ചിരുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് സംസ്കാരത്തെ രൂപപ്പെടുന്നത് അങ്ങനെയാണ് എന്ന് പറയാം. പിന്നെ 2-ാം അധ്യായത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു ശ്ലോകം, അത് വീണ്ടും നമുക്ക് സംശയം ഉണ്ടായിരിക്കുകയാണ്. ചിലരൊക്കെ സംശയം ചോദിച്ചു, ധ്യായതോ വിഷയാൻ പുംസഹ എന്നുള്ളത് വളരെ ഗീതയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് വിഷയധ്യാനങ്ങളാണ് നമ്മെ, ഇപ്പം പലരും ചോദിക്കാറില്ലേ, ദേഷ്യം പിടിക്കുന്നത് എന്താ ചെയ്യുക, ദേഷ്യത്തിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? ഇതാണ് അതിന്റെ വഴി. എന്ത്? ഈ സങ്കല്പങ്ങള്, ആഗ്രഹങ്ങള്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന, നമ്മൾ എല്ലാവർക്കും തോന്നുന്ന ഒന്നാണല്ലോ, നമ്മളത് വേണ്ടത്ര ശ്രദ്ധിക്കാറുണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് ദേഷ്യം വന്നു, എന്തായിരിക്കാം ദേഷ്യം വരാൻ കാരണം? നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുമ്പം നമുക്ക് തോന്നുന്നതാണ് ദേഷ്യം. അപ്പൊ ആഗ്രഹം തന്നെയാ കുഴപ്പമുണ്ടാക്കുന്നത്. ആ ദേഷ്യം വന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ കസേര ഉണ്ടെങ്കിൽ അതിനോട് പോലും ദേഷ്യ, അല്ലേ? അങ്ങനെയല്ലേ? കസേരയോട് ദേഷ്യമാണ്, ഏതിനോടും. നമ്മൾ താക്കോലിട്ടിട്ട് ഒരു പൂട്ട് തുറക്കാൻ നേരത്തെ അത് തുറക്കുന്നില്ലെങ്കിലോ എന്താണല്ലേ, 2 ചവിട്ടങ്ങോട്ട് ചവിട്ടും. ആ സമയത്തൊന്ന് ടെലിഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താക്കോൽ എവിടെയാ വെച്ചതെന്ന് ഭാര്യയുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കാനാണ്. ഈ താക്കോൽ ഇട്ടിട്ട് അങ്ങോട്ട് തുറക്കുന്നില്ല. നോക്കുമ്പോൾ ടെലിഫോണ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴോ എടുത്തൊരു എറാണ്. താൻ തന്നെയാണ് അതിന്റെ കണക്ഷൻ എടുത്തിട്ട് ഇന്റർനെറ്റിൽ കൊടുത്തിട്ട് ഇത്ര നേരം മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എടുത്തു നോക്കുമ്പോൾ ഇല്ല, എടുത്തൊരു എറ്. അതായത് ജഡമായ വസ്തുക്കളോട് പോലും തനിക്ക് ദേഷ്യം തോന്നുന്നു. എന്തുകൊണ്ട്? ഇല്ലേ, തോന്നാറില്ലേ പലതിനോടും? കസേര ഒരൊറ്റ അടി, അതിനെ ഒരു ചവിട്ട്, ഏതാണോ മുൻപിൽ നിൽക്കുന്നത് തനിക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം സൃഷ്ടിച്ചാൽ അപ്പം അടിയാണ്. അടി, ചവിട്ട്, ഏറ് എല്ലാം. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ദേഷ്യം? എങ്ങനെ ഈ കസേര കാണുമ്പോ സ്വാമി ഇനി എന്താ വേണ്ടത്? ഓ, തൊട്ട് തലോടിയ പ്രശ്നം തീരും? ഇല്ല. പ്രശ്നം 2-ാം അധ്യായത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ധ്യായതോ വിഷയാൻ പുംസഹ സംഘത്തേഷു ഉപജായത തേഷു സംഘ ഉപജായത. അപ്പൊ ധ്യാനമാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നു? ഇവിടെ ധ്യാനിക്കാൻ 2 വസ്തുക്കളേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താണ്? ഒന്ന് ഈശ്വരൻ, പിന്നെ ഈശ്വരനല്ലാത്തത്. അതെന്താ ഈശ്വരനല്ലാത്തത്? നാമരൂപാദികളും അത് തനിക്ക് സുഖം തരും എന്ന മിഥ്യാധാരണ. ഇതിനെയാണ് ധ്യാനിച്ചു കൂട്ടുന്നത്. ഇതിനെ ധ്യാനിച്ചാൽ എന്തായാലും ദേഷ്യവും ദുഃഖവും ഇത്യാദികൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് ധ്യാനം ഉണ്ടെങ്കിൽ ഇത് സ്വാഭാവികം. അതുകൊണ്ട് എന്റെ ധ്യാനം ശരിയാക്കി. ആർക്കെങ്കിലും ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഒറ്റ പോംവഴിയുള്ളൂ, ധ്യാനം ശരിയാക്കുക. അതുകൊണ്ട് ഭഗവാൻ ധ്യാനിക്കേണ്ടത് ഏതാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ 2ഉം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്താ വിഷയധ്യാനം? വിഷയധ്യാനത്തിൽ നിന്നുണ്ടാവുന്ന സംഘം,
സംഘത്തിൽ നിന്ന് ആഗ്രഹം, ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമം നടത്തുമ്പം അതിന് തടസ്സം നിൽക്കുന്നത്, അതിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്ന സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. അതിന്റെ വഴി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. 3-ാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചതും 1-ാം അധ്യായത്തിൽ എന്താണ്, ധൃതരാഷ്ട്രന് പ്രിയം ചെയ്യാൻ വന്നു നിൽക്കുന്നവരെ ഞാൻ കാണട്ടെ എന്നതിന്റെ വേറൊരു ചോദ്യം 3-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അതകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ചന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ഇവിടെയും ഭഗവാൻ പറഞ്ഞത് എന്താണ്? കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേന ഇഹ വൈരിണം. ഇവിടെ ശത്രുവായി നീ അറിയേണ്ടത് ഇതാണ്. ഏത്? കാമയേഷ ക്രോധയേഷ. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇത് എവിടുന്നാണ് ആവിർഭവിച്ചത്? 2-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. വിഷയധ്യാനത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഭഗവാൻ ആ 2-ാം അധ്യായത്തിൽ അതിന്റെ അടിത്തട്ട് മുതൽ പറഞ്ഞു. ഇവിടെ എത്തിയപ്പോ നേരിട്ട് ആ വികാരത്തെ അർജുനന് പരിചയപ്പെടുത്തി. രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ച കാമവും ക്രോധവുമാണ് ഓരോരുത്തനെ കൊണ്ടും ഓരോരോ പാപങ്ങൾ, കൊടിയ പാപങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ കുറ്റം എന്ന് ഋഷി പറയുന്നത് ധ്യാനം തന്നെയാണ്. ഏത് ധ്യാനം? ധ്യാനം കുറ്റം എന്ന് അങ്ങനെ സ്വാമി എന്ത് പറഞ്ഞാലും അബദ്ധമാണ്. ഇപ്പൊ അങ്ങനെയാണ്. ധ്യാനം തന്നെ, ധ്യാനമാണ് ഏറ്റവും കുഴപ്പം എന്ന് മനസ്സിലാക്കി കളയും. ഏത് ധ്യാനം? വിഷയധ്യാനം. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത്? വളരെ സാവകാശത്തിൽ കസേരയിൽ അങ്ങനെ ഇരുന്നിങ്ങനെ ആടിക്കൊണ്ട്. ടൈം ബോംബാണത് എന്ന് പറയാം. വലിയൊരു ബോംബാണത് എന്ന് പറയാം. അങ്ങനെ ആടുന്നുണ്ടാവും. പക്ഷേ ഉള്ളിൽ ഒരുപാട് പദ്ധതികൾ നടക്കും. അപ്പൊ അതിനെയാണ് നിർത്തേണ്ടത്. അത് നിർത്തിയിട്ടില്ലെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭഗവാൻ പറയുന്നത്, വ്യാസഭഗവാൻ പറയുന്നത്, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശന. ഇവൻ എത്ര കിട്ടിയാലും പോരാന്ന് പറയാം. അതങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവൻ. ഇവനാണ് എല്ലാ പാപങ്ങളെയും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവനെയാണ് എന്ത് വേണ്ടത്? ഇഹ വൈരിണം വിദ്ധി. നീ ഇവിടെ ശത്രുവായി അറിയേണ്ടത് ഇതിനെയാണ്. ഇതാ മുഴുവൻ 18 അധ്യായങ്ങളും ഏറെക്കുറെ വിചാരം ചെയ്ത് കഴിഞ്ഞവരാ നിങ്ങൾ. ഇതിലെവിടെയെങ്കിലും ഭഗവാൻ അർജുനനോട് ഇതാ ഈ ദുര്യോധനനാണ്, ഈ ദുശാസനനാണ്, ഈ ദ്രോണനാണ്, ഈ ശകുനിമാമനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന്, ഇവനെയാണ് ശരിയാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഇതാ, ഇവിടെ ഏന ഇഹം വൈരിണം വിദ്ധി. ആരെ? കാമഹ ക്രോധഃ. കാമത്തെയും ക്രോധത്തെയും നീ ഇവിടെ ശത്രുവായി അറിയൂ. ഇതിനെയാണ് നീ ജയിക്കേണ്ടത്. അപ്പൊ നിന്റെ ശത്രു നിന്നിലെ കാമനയാണ് എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അർജുനന് നഷ്ടപ്പെട്ട ഭൂമിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഭഗവാൻ നടത്തിയ യുദ്ധമാണ്. അർജുനന്റേതാണ് ഭൂമി എന്ന് കരുതുന്നുവെങ്കിൽ അർജുനൻ അജ്ഞാനി തന്നെയാണ്. ദുര്യോധനന്റെ തലത്തിൽ തന്നെയാണ് അർജുനൻ നിലകൊള്ളുന്നത്. അല്ലേ? എന്തുകൊണ്ട് ആയിക്കൂടാ? അതെ, ഭഗവാൻ 5 സെന്റ് അല്ലെങ്കിൽ കുറച്ച് ഭൂമിയുടെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടല്ല ഈ യുദ്ധം നടത്തിയത്. ഭഗവാൻ 5 സെന്റ് അല്ലെങ്കിൽ കുറച്ച് ഭൂമിയുടെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടല്ല ഈ യുദ്ധം നടത്തിയത്. അതിന്റെ പക്ഷത്ത് നിന്നത് എന്ന് പറയാം. പക്ഷെ നമ്മൾ കേട്ട് 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 എത്രയോ കാലങ്ങളായിട്ട് ഇത് കേട്ടിരിക്കണം. ധർമ്മയുദ്ധം, ന്യായമായും പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമിയെ തിരിച്ചു പിടിക്കുന്നതിനായിട്ട് ഭഗവാൻ അവരോടൊപ്പം ചേർന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഓരോരുത്തരുടെ കൂടെ ചേരേണ്ടി വരും, അല്ലേ? മുല്ല പണ്ട് കോടതി നടത്തിയതുപോലെയായിരിക്കും. ഈ പ്രതിഭാഗം പറഞ്ഞതൊക്കെ പറഞ്ഞു, മുല്ല പറഞ്ഞു ശരിയാണ്, അവര് പറഞ്ഞതും ശരിയാണ്. അപ്പം ഒരു കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ല ഇത് നിങ്ങളിങ്ങനെ രണ്ടും ശരി എന്ന് പറഞ്ഞല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞതും ശരിയാണ് എന്ന് പറയാം. ഇതൊക്കെ ശരിയാണ്. അങ്ങനെയാവുന്നു. അങ്ങനെ നിൽക്കേണ്ടി വരും. ദുര്യോധനന്റെ പക്ഷത്ത് ശരിയുണ്ട്, അർജുനന്റെ പക്ഷത്തും ശരിയുണ്ട് എന്ന് പറയാം. അപ്പൊ ഈ ഒരു സ്വത്ത് തർക്കമല്ല ഇവിടെ വിഷയം. ഇവിടെ നീ ജയിക്കേണ്ടത് ഭഗവാൻ വളരെ
ഭംഗിയായി അർജുനനോട് പറയണു, വൈരിണം ശത്രുവായി നീ ഇവിടെ കാമത്തെയും ക്രോധത്തെയും അറിയും. ശരി ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ എവിടെയാണത് നിലകൊള്ളുന്നത് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അതിന്റെ അടുത്തത്. ധൂമേനാവ്രിയതേ വന്നീ യഥാദർശോ മലേനച യഥോൽബേനാവൃത ഗർഭ തഥാ തേന ഇതം ആവൃതം. ഇതാ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ബുദ്ധിയുടെ തലത്തില്, മനസ്സിന്റെ തലത്തില്, ഇന്ദ്രിയത്തിന്റെ തലത്തില്. എങ്ങനെയാണോ അഗ്നി പുകയാൽ മറയപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് കണ്ണാടി പൊടിപടലത്താൽ മറയപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു ആവരണത്താൽ ചർമ്മത്താൽ മറയപ്പെട്ടിരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കാമനയാൽ, അജ്ഞാനമാകുന്ന കാമനയാൽ ഇന്ദ്രിയത്തിലും മനസ്സിലും ബുദ്ധിയിലും ഇത് മറഞ്ഞിരിക്കുന്നു. ഇവിടുന്നാണ് അതെ ഭഗവാൻ എന്തു പറഞ്ഞു? ഈ കാമത്തെ ജയിക്കാൻ നീ എന്തു വേണം? മറിച്ച് വേറൊരു ധ്യാനം ചെയ്യേണ്ടതുണ്ട്. ധ്യാനത്തിന് ധ്യാനം തന്നെ പോംവഴി. പക്ഷേ ധ്യാനത്തിന് പകരം ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ശരിയായ ധ്യാനത്തെ ഇതാ 41ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. തസ്മാത്വം ഇന്ദ്രിയാണി ആദൗ നിയമ്യ ഭരതർഷഭ. അതുകൊണ്ട് അർജുന, നീ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യൂ. ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വിദ്യയാണ് അടുത്തത് പറഞ്ഞത്. അറിയണം, മനസ്സുകൊണ്ടാണ് ഇന്ദ്രിയത്തെ ജയിക്കേണ്ടത്. എങ്ങനെ? ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതഃ തു സഹ. കഠോപനിഷത്തിലെ രഥകൽപ്പനയിൽ നമ്മളിത് കണ്ടു അല്ലേ? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധി. അതേ ശ്ലോകം തന്നെയാണ് ചെറിയൊരു വ്യത്യാസത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്, കുഴപ്പമില്ല. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്താണ്? മനസ്സാണ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവ് എന്ന് പറഞ്ഞപ്പം നീ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. ഇപ്പം വിഷയധ്യാനം മാത്രമാണ്. അതിനു പകരം ആത്മാവിനെ ധ്യാനിക്കൂ. ഇതാണ് ഒരു മറുമരുന്ന് എന്ന് പറയാം. ഇതും ഭഗവാൻ അവതരിപ്പിച്ചു. ഇങ്ങനെ ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തഭ്യ ആത്മനാ ആത്മാനം ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. ഈ കാമനയെ ജയിക്കാൻ നിനക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ്? ആത്മനാ ആത്മാനം സംസ്തഭ്യ. ആത്മാവ് കൊണ്ട് ആത്മാവിനെ അടക്കിയിട്ട്, ഇതിനെ ഭഗവാൻ വേറൊരു പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരേത് ആത്മനാത്മാനം. വരാൻ പോകുന്നു അതിനെ വീണ്ടും വിവേകപൂർവം, അതായത് ശാസ്ത്രം ശ്രവിച്ച് മനസ്സുകൊണ്ട് ഏതൊരു മനസ്സാണോ തളർന്നത്, വിഷയങ്ങളിൽ പോയി തളർന്ന ആ മനസ്സിനെ ഉദ്ധരിക്കൂ. എന്നിട്ട് നീ ഈ ശത്രുവിനെ, കാമനയെ ജയിക്കൂ. അതിനുള്ള പദ്ധതി നമ്മൾ കണ്ടു. എന്തായിരുന്നു അത്? സുഖം വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ? അല്ലേ? സുഖം വസ്തുനിഷ്ഠമല്ല, മറിച്ച് ആത്മനിഷ്ഠമാണ്. ഞാനാണ് വസ്തുക്കൾക്ക് സുഖം നൽകുന്നത്. വിഷയത്തിന്റെ അഭാവത്തില്, കൃതകൃത്യതയില്, ആത്മാവിഷ്കാരത്തില്, പരിജന സേവനത്തില്, പരിജനദ്രോഹത്തില്, ഓർമ്മയില്ലേ? അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്നിട്ട് 4ാം അധ്യായത്തെ ഇന്നലെ ഒന്ന് ഓടിച്ചു. പക്ഷെ ഒന്നുകൂടെ വേഗത്തിൽ പോയതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വാമി ഒന്നുകൂടെ നിങ്ങൾക്കത് ഉറപ്പാക്കി തരികയാണ് എടുത്തത്. 4ാം അധ്യായത്തിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗം. അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം സൂര്യൻ ഉപദേശിച്ചു എന്നും, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ കണ്ടു? താത്വികമായി കണ്ടു. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള്. അപ്പോ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. എവിടെയാണോ എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ധർമ്മത്തിന്റെ ഗ്ലാനിയും ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല, മറിച്ച് നമ്മുടെ മനസ്സിലാണ് എന്ന് പറയാം. അപ്പോൾ അവിടെ തന്നെ ഞാൻ എന്ത് ആവുന്നു? ആവിർഭവിക്കുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യാനായിക്കൊണ്ട് ഞാൻ സത് ഉപദേശ രൂപേണ. കാരണം എന്താ? ഞാൻ
നമ്മളെയൊക്കെ സൃഷ്ടിച്ചതേ 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, സഹയജ്ഞ പ്രജാ സൃഷ്ടുവ, അല്ലേ? യജ്ഞഭാവന കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറയാം. ഈ യജ്ഞഭാവനയ്ക്ക് എവിടെയൊക്കെ തടസ്സം സംഭവിക്കുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ അലോസരങ്ങൾ ഉടലെടുക്കും എന്ന് പറയാം. അതേത് അധർമ്മിയായാലും. അതുകൊണ്ട് നീ അതുമായിട്ട് സാമ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാനാ. അല്ലാതെ ഏതെങ്കിലും ഒരു ഭഗവാൻ വേറെ ഏതെങ്കിലും വിധത്തില് എപ്പോഴെങ്കിലും ഒരു കുതിരപ്പുറത്ത് വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊക്കെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും കുതിരപ്പുറത്ത് വന്നാൽ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കൂല്ല. അതും ശരി തന്നെയാണല്ലോ, അല്ലേ? നമ്മൾ പറയും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയും. കാരണം ഒറിജിനലാണ് എന്ന് എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ പോകുന്നില്ല ഭഗവാൻ. അപ്പൊ യഥാ യഥാ ഹി ധർമ്മസ്യ, എന്തിനായിക്കൊണ്ട്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ദുഷ്കൃതാം പറഞ്ഞത് നോക്കൂ, ദുഷ്കൃതാം, ദുഷ്ചെയ്തികൾ. എവിടെയാ ദുഷ്ചെയ്തികൾ ഉണ്ടാവുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ. ആ ഉള്ളിലെ ദുഷ്ചെയ്തികൾ. ഈ ദുഷ്ചെയ്തി എന്ന് പറയുമ്പം നമുക്കൊക്കെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ അയ്യോ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്താ ചെയ്യ ഇത് പറഞ്ഞിരിക്കില്ല. നമുക്കൊക്കെ ഒരുപാടുണ്ട്. ചെറിയ ചെറിയ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പോലും പെരുപ്പിച്ച് 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 നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുക. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ ഈ ഗതകാല സ്മരണകളുമായിട്ട് ഇങ്ങനെ കഴിയുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയാം. ഒക്കെ വിട്ടയക്കൂ എന്ന് പറയാം. ദുഷ്കൃതാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോട്ടെ. ഇതാ ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അറിയേണ്ടത്. ഭഗവത്ഗീതയിൽ ഇതും വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ഏത്? 9-ാമത്തെ ശ്ലോകം. ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സഹ. ഹേ അർജുന പറഞ്ഞു, എന്നെ ജന്മത്തെയും കർമ്മത്തെയും നീ എങ്ങനെ അറിയണം? താത്വികമായി അറിയേണ്ടതുണ്ട് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇനി ഭഗവാൻ 4 പ്രകാരത്തില് ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച്, ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. വീതരാഗ ഭയക്രോധന്മാര് എന്തൊക്കെയാണ്? എല്ലാം ഈശ്വരമയമായി കണ്ടുകൊണ്ട് ഒന്നിനോടും പ്രത്യേക താത്പര്യമോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ ഭഗവത് ഭജനം ചെയ്യുന്ന ആളുകൾ. പിന്നെ ഉപാശ്രിതന്മാര്, ഭഗവാനെ അടുത്ത് വന്ന് ആശ്രയിക്കുന്നവര് എന്ന് പറയാം. പിന്നെ മന്മയന്മാര്, ഭഗവാന്റെ ആ ഭാവത്തെ പൂർണ്ണമായി ആ രൂപത്തിലായിട്ടുള്ളവര് എന്ന് പറയാം. ഒരു കുമിള സമുദ്രമാകുന്നത് മന്മയനാണ്. മന്മയന്മാര്. മദ്ഭാവം, എന്റെ ഭാവത്തെ. ഇതിനെ 4 ഭാഗവതത്തിലൊക്കെ പറയുന്ന 4 ഭാവത്തിലുള്ള മോക്ഷത്തെ എന്താണ്? സായുജ്യം, അതുപോലെ എന്താ സാരൂപ്യം, സാമീപ്യം, സാലോക്യം എന്ന് പറയുന്ന എന്താ മുക്തിയെ ആ പ്രകാരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറയാം. പിന്നെ തുടർന്ന് ഭഗവാൻ പറഞ്ഞു, മമ വർത്തമാനുവർത്തന്റെ മനുഷ്യ പാർത്ഥ സർവശഃ. ഭഗവത്ഗീതയിൽ 2 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വരികളാണ്. ഒന്ന് 3-ാം അധ്യായത്തില് 23-ാമത്തെ ശ്ലോകത്തില്. പിന്നെ ഇതാ ഇവിടെ 4-ാം അധ്യായത്തില് 11-ാമത്തെ ശ്ലോകത്തില് വീണ്ടും അവസാനം ഈ വരി ആവർത്തിച്ചിരിക്കുന്നു. എന്റെ മാർഗത്തെ തന്നെയാണ് ഇവിടെ എല്ലാവരും പിന്തുടരുന്നത്. ഭഗവാന്റെ മാർഗം ആനന്ദം എന്ന് പറയാം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതും ഈ ഒന്നിനു വേണ്ടി തന്നെയാണ്. പക്ഷെ നമുക്കറിയില്ല അതെങ്ങനെ നേടണം എന്ന്. തുടർന്ന് ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യം ഇനി സ്വാമി സങ്കീർണാക്കുന്നില്ല. അത് മര്യാദയ്ക്ക് അടച്ചു വെച്ചിട്ടുള്ള. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും സംശയം തുടങ്ങും അതിന്റെ മുകളിൽ. അത് വളരെ എന്താ പറയുക, തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് എവിടെയെങ്കിലും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഇനി നിങ്ങൾക്ക് അതിനെ ഇനിയും കാണാൻ അവസരം ഉണ്ടാവട്ടെ, ഇത് കേൾക്കാൻ വേറൊരു പ്രകാരത്തിൽ. അപ്പൊ വിസ്തരിച്ച് കേട്ടോളൂ, കണ്ടോളൂ. ഭഗവാൻ പിന്നെ പറഞ്ഞു എന്താണ് കിം കർമ്മ കിം അകർമ്മ ഇത് കവയോപ്യത്ര മോഹിതാഹ കവയഃ അപി അത്ര മോഹിതാഹ തത് തേ കർമ്മ പ്രവക്ഷ്യാമി ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം? കർമാകർമ്മ ദർശനം. പഴയ പത്രം എടുത്ത് വെച്ച് നോക്കിയാൽ മതി. എല്ലാം ഒക്കെ വെട്ടിവെച്ചതൊക്കെ ഒന്നുകൂടെ നോക്കുക എന്ന് പറയാം. ഓർമ്മ കിട്ടും എന്ന് പറയാം.
അപ്പൊ എന്താണ് കർമ്മം, എന്താണ് അകർമ്മം? ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കർമ്മണോഹ്യവി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണ, അകർമ്മണശ്ച ബോദ്ധവ്യം, ഗഹന കർമ്മണോഗതി. അറിയേണ്ടതാണ്. കർമ്മണ, കർമ്മത്തിന്റെ സ്വരൂപം ബോദ്ധവ്യം, അറിയേണ്ടതാണ്. വികർമ്മണ ച, വികർമ്മത്തിന്റെയും സ്വരൂപം ബോദ്ധവ്യം. അകർമ്മണ ച, അകർമ്മത്തിന്റെയും സ്വരൂപം ബോദ്ധവ്യം. എന്തുകൊണ്ടെന്നാൽ കർമ്മണ ഗതി ഗഹന, കർമ്മത്തിന്റെ ഗതി ഗഹനമാണ്. അപ്പൊ കർമ്മത്തിന്റെ ഓരോ ഒന്ന് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു കർമ്മം എന്ന് പറഞ്ഞാൽ? ചലനം. ആ ചലനം എത്ര വിധം? 5 വിധം. ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ എന്ന് സുരേശ്വര ആചാര്യര് മാനസോല്ലാസത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വാർത്തിക രചിക്കുമ്പോൾ അതിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഉയർത്തലും താഴ്ത്തലും വലിക്കലും ചുരുക്കലും പോക്കും ആണ് കർമ്മമെങ്കിൽ ആ കർമ്മം കൊണ്ട് നേടാവുന്നത് അത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉത്പാദ്യം, വികാര്യം, സംസ്കാര്യം, പ്രാപ്യം. അല്ലേ? ഉത്പാദിപ്പിക്കാം പലതും. ഈ കെട്ടിടങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നു. സംസ്കാര്യം, സംസ്കരിക്കാം. ഒന്നിനെ ലോഹത്തെയൊക്കെ സംസ്കരിച്ച് സ്വർണമാക്കുന്നു, ഇരുമ്പാക്കുന്നു, ഇങ്ങനെ പലതും ചെയ്യുന്നു. വികാര്യം, പരിണമിപ്പിക്കാം. പാലിനെ തൈരാക്കുന്നു, തൈരിനെ വെണ്ണയാക്കുന്നു, വെണ്ണ നെയ്യാക്കുന്നു. അല്ലേ? പരിണമിപ്പിക്കാം. പിന്നെയോ എത്തിച്ചേരാം. നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാം. ഇത്രയൊക്കെ കർമ്മം കൊണ്ട് സാധിക്കാവുന്നത്. പിന്നെ അതിന്റെ സഞ്ചിത കർമ്മത്തെയും ആഗാമി കർമ്മത്തെയും പ്രാരബ്ധ കർമ്മത്തെയും കണ്ടു. ഇങ്ങനെ കർമ്മത്തിന്റെ ഇതിൽ എല്ലാ കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം. ഈ ചലനങ്ങൾക്ക് ആരാണോ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നത് അവനാണ് ജ്ഞാനി എന്ന് പറഞ്ഞു. അതായത് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വത്തില്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വത്തിൽ ആരാണോ മാറാത്ത ബ്രഹ്മത്തെ കാണുന്നത്, മാറ്റമില്ലാത്ത ബ്രഹ്മത്തെ ആര് കാണുന്നു? അതൊരു കാഴ്ച. പിന്നെയോ അതായത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മളിപ്പോ എന്താ കാണുന്നത്? നമ്മൾ ഒരു സമയം സൂര്യോദയവും സൂര്യാസ്തമയവും കാണുന്നില്ലേ? ആ കാഴ്ചയിൽ 2 ഭാവമില്ലേ? സൂര്യോദയം കണ്ടുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്നും കാണുന്നുണ്ടല്ലോ. ഇത് തന്നെ വലിയ വിഷമമൊന്നുമില്ല. ഇതൊന്നും ഇവിടേക്കും ചേർത്ത് വെച്ചാൽ മതി എന്ന് പറയാം. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും. അതിലാണ് ഈ ചലനങ്ങളെല്ലാം. ഈ ചലനങ്ങളെല്ലാം നടക്കുന്നത് ആ ബ്രഹ്മത്തിലാണ് എന്ന് ആരറിയുന്നു? അവനാണ് ജ്ഞാനി, അവനാണ് കാണുന്നവൻ എന്ന് പറഞ്ഞു. പിന്നെ 4-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. എല്ലാം ബ്രഹ്മം, താൻ തന്നെ ബ്രഹ്മം. തന്റെ എല്ലാ കർമ്മങ്ങളും ബ്രഹ്മപൂജ. രാവിലെ എടുക്കുന്ന പേസ്റ്റും ബ്രഷും തേക്കുന്നവനും എല്ലാം സർവം ബ്രഹ്മമയം. അങ്ങനെ തന്റെ കർമ്മങ്ങളെ മുഴുവൻ ബ്രഹ്മപൂജയാക്കുന്ന വിദ്യയെ ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ, ഈ ശ്ലോകമൊക്കെ നമ്മുടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ പോകുന്നതാണ്. പിന്നെ അവിടെ വേറെ ഒരു സംശയവും വേണ്ട. സർവം അർപ്പണം എന്ന് പറഞ്ഞാൽ എല്ലാം അർപ്പണമാണ്. അങ്ങോട്ട് ഭഗവാനായിട്ടുള്ള പൂജയാണ് എന്ന് പറയാം. തുടർന്ന് യജ്ഞങ്ങളെക്കുറിച്ച്, യജ്ഞപ്രകരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭഗവത്ഗീതയിലെ യജ്ഞം. ഭഗവത്ഗീതയിൽ ഭഗവാൻ യജ്ഞം എന്ന സങ്കല്പത്തെ ഒരു പുതിയ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇതുവരെ കേട്ടതിൽ നിന്ന്, വൈദിക ആ ഒരു രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എല്ലാം യജ്ഞമാക്കിയിട്ട് പറയണം. എന്താണ്? പല പല യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. നോക്കൂ, ശ്രോത്രം മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ജ്ഞാനികൾ. എന്ത് ഗംഭീര യജ്ഞാണത്! ഒരു അഗ്നികുണ്ഡവും വേണ്ട എന്ന് പറയാം. അപ്പൊ നമ്മളൊരു കാഴ്ച കാണുന്നതേ യജ്ഞമാണ്. അപ്പൊ ഏത് കാഴ്ചയും അറിവാകുന്ന അഗ്നിയിലേക്ക് വേണം അതിനെ ഹോമിക്കാൻ. അല്ലാതെ വെറുതെ അതിന് നിറം കൊടുക്കരുത് എന്ന് പറയാം.
അപ്പൊ കാണുന്നതിലും കേൾക്കുന്നതിലും ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നത് യജ്ഞഭാവത്തോട് കൂടിയിട്ടാണ്. ഇതെല്ലാം ജ്ഞാനാഗ്നിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതൊരു യജ്ഞമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നും യജ്ഞം ചെയ്യുന്നവരല്ലേ? അങ്ങനെയുള്ള യജ്ഞത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ച അപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഇവിടെ പറഞ്ഞു ആത്മസംയമനമാകുന്ന യോഗാഗ്നിയിൽ അവർ സമർപ്പിക്കുന്നു അതിനെ. അപ്പൊ ശരിയായിട്ടുള്ള യജ്ഞം, ഇങ്ങനെയൊരു യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വീണ്ടും ഭഗവാൻ എല്ലാ യജ്ഞത്തെക്കുറിച്ചും പറഞ്ഞു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായ ജ്ഞാനയജ്ഞം. ഇതൊക്കെ അതാണ്. ഈ യജ്ഞം സ്വാധ്യായ ജ്ഞാനയജ്ഞമാണ്. ദാനം, പിന്നെ ദ്രവ്യം കൊണ്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ്? ആ പരമമായ സത്യത്തെ ഒരുവന് ബോധിപ്പിക്കാൻ പോന്നതാണ് എന്ന് പറയാം. എന്നിട്ട് ഭഗവാൻ അവിടെ ഒരു വളരെ പ്രധാനമായിട്ട് പറഞ്ഞു, ശ്രേയാൻ ദ്രവ്യമയാദി യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാകിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യത. ഭഗവാൻ ആ ജ്ഞാനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചു എന്ന് പറയാം. എല്ലാം അറിവിൽ പരിസമാപിപ്പിക്കുന്നു, അല്ലെങ്കിൽ പര്യവസാനിക്കുന്നു എന്ന് പറയാം. അറിവിലാണ് എല്ലാം പരിശുദ്ധമാകുന്നത്. ആ യജ്ഞത്തിന്റെ ഉജ്ജ്വല സ്വരൂപത്തെ ഭഗവാൻ 33-ാമത്തെ ശ്ലോകത്തിൽ അവതരിപ്പിച്ചു എന്ന് പറയാം. അതുകൊണ്ട് എന്തു വേണം? ഇനി ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഭാവത്തെ പറഞ്ഞു. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. വളരെ പ്രധാനപ്പെട്ടത് ഒരു നമസ്കാരാന്വിതമായിട്ടുള്ള ഒരു സമീപനം 34-ാമത്തെ ശ്ലോകത്തിൽ. പിന്നെയോ പരിപ്രശ്നം, അത് നന്നായിട്ട് ചോദിക്കാനുള്ള, തനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് ചോദിക്കുക. പലരും പലതും പറയുന്നുണ്ടാവും, അതല്ല. തനിക്കത് നേടിക്കഴിഞ്ഞാൽ തന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് തന്റെ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു. അതെങ്ങനെ ചോദിക്കണം? ഒരു വിനയാന്വിതനായിക്കൊണ്ട് വേണം ചെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലോ ജ്ഞാനിന തത്വദർശിന, ആ തത്വദർശികള് ജ്ഞാനം ഉപദേക്ഷ്യന്തി, നിനക്ക് അറിവിനെ പകർന്നു തരും. ജ്ഞാനിയാണെങ്കിൽ, അറിവുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവിടുന്ന് വിട്ടുപോയിക്കൊള്ളുക പറയുള്ളൂ. ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഭാവത്തെ പറഞ്ഞു. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. വളരെ പ്രധാനപ്പെട്ടത് ഒരു നമസ്കാരാന്വിതമായിട്ടുള്ള ഒരു സമീപനം 34-ാമത്തെ ശ്ലോകത്തിൽ. പിന്നെയോ പരിപ്രശ്നം, അത് നന്നായിട്ട് ചോദിക്കാനുള്ള, തനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് ചോദിക്കുക. പലരും പലതും പറയുന്നുണ്ടാവും, അതല്ല. തനിക്കത് നേടിക്കഴിഞ്ഞാൽ തന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് തന്റെ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു. അതെങ്ങനെ ചോദിക്കണം? ഒരു വിനയാന്വിതനായിക്കൊണ്ട് വേണം ചെന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലോ ജ്ഞാനിന തത്വദർശിന, ആ തത്വദർശികള് ജ്ഞാനം ഉപദേക്ഷ്യന്തി, നിനക്ക് അറിവിനെ പകർന്നു തരും. ജ്ഞാനിയാണെങ്കിൽ, അറിവുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവിടുന്ന് വിട്ടുപോയിക്കൊള്ളുക പറയുള്ളൂ. എല്ലാ പ്രശ്നങ്ങളെയും ഭഗവാൻ പരിഹരിക്കുന്നത് ഇവിടെ പറയുന്നത് 36-ാമത്തെ ശ്ലോകത്തിൽ അതും വളരെ വിശേഷപ്പെട്ട. ഈ 4-ാം അധ്യായം നിറയെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. 4-ാം അധ്യായത്തിൽ നിറയെ ശ്ലോകങ്ങളുണ്ട് എന്ന് പറയാം. വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ. അതിൽ ഒന്നാണ് 36. അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വ്രജിനം സന്തരിഷ്യസി എന്ന് പറയാം. ഈ അറിവിന്റെ ജ്ഞാനപ്ലവേന, ജ്ഞാനമാകുന്ന തടിയിൽ, അല്ലെങ്കിൽ ആ തോണിയിൽ, ആ പൊങ്ങുതടിയിൽ, പൊങ്ങിക്കിടക്കാൻ പോകുന്ന തടിക്ക് മുകളിൽ അതിലൂടെ നീ ഇതിനെയെല്ലാം മറുകര കടക്കും എന്ന് പറയാം. അറിവാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരേ ഒരു പരിഹാരം എന്ന് പറയാം. അതുകൊണ്ട് ആ ജ്ഞാനത്തെ ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് എങ്ങനെ പറയണം എന്നിങ്ങനെ ഭഗവാൻ ആലോചിച്ച് 38-ാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞു, വ്യക്തമാക്കി. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. അർജുന, ഇവിടെ അറിവിന് സദൃശമായി, പവിത്രമായി ഞാൻ ഈ ലോകത്ത് വേറെ ഒന്നിനെയും കാണുന്നില്ല എന്ന് പറയാം. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ.
അതുകൊണ്ട് ഈ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മളോടൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കും. ചോദിക്കാതെ നിങ്ങൾ ഈ ചോദ്യം കേൾക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല ഈ 108 ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ. സ്വാമി എഴുതി ഒപ്പിട്ട് തരാം. പിന്നെ നിങ്ങളുടെ ആ സ്വാമി ഉണ്ടല്ലോ ഗീതാ പ്രഭാഷണം നടത്തുന്ന, അങ്ങോരോട് പറയും, ഈ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് വല്ല കഞ്ഞി മേടിച്ചു കൊടുക്കാൻ പറയും. എന്നിട്ട് പറയും അങ്ങോരോട് പ്രഭാഷണം നടത്താൻ. ആദ്യം വിശക്കുന്നവന്റെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറയും. ഈ വീട് ചോർന്നൊലിക്കുന്ന വീട് അവർ 2 കഴുക്കോലെങ്കിലും നാട്ടി വെക്കാൻ അങ്ങ് അവർക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറയും. 108 ദിവസം കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ഇല്ലേ? ആരും പറഞ്ഞിട്ടില്ല? ഇല്ല. നിങ്ങൾ എവിടെയാ താമസിക്കുന്നതാണ്? നിങ്ങൾക്ക് ജനസമ്പർക്കമൊന്നും ഇല്ലേ? നിങ്ങൾ തെറ്റായ സ്ഥലത്താ വന്നെത്തിയത്. അതെ, അങ്ങനെ പറയും. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശക്കുന്ന വയറിന് വേണ്ടത്, വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെന്താ വേണ്ടത്? വല്ല റൊട്ടിയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പുമാവെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. നല്ലത് അവർക്ക് തൽക്കാലം അത് നിൽക്കും. പക്ഷെ ഭഗവാൻ പറയുന്നത് ഉപ്പുമാവ് തീർന്നാൽ വീണ്ടും ചോദിക്കും അടുത്തത് എന്താന്ന്. ഇതിനെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന്, ഈ ആശയങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളെ പിടിക്കും. അതാണ് നമ്മൾ ഇതിൽ നിന്ന് കുറെ കാലമായിട്ട് അകന്നു പോവാൻ കാരണമായത്. അതുകൊണ്ട് സ്വാമിജി ഇതിന് വളരെ ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല എന്താ പറയാ, അത്ര ഗംഭീരമായിട്ടുള്ള ഉത്തരം ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയും. സ്വാമിജിയോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്? എന്ത് കാര്യങ്ങൾ? അനാഥാലയം, പിന്നെ ആശുപത്രി, പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ. അപ്പൊ സ്വാമിജി പറഞ്ഞു, എന്റെ ഉദ്ദേശം അതല്ല. ഞാൻ രോഗാതുരമായ ഒരു സമൂഹത്തെ അല്ല സ്വപ്നം കാണുന്നത്. അനാഥ ശിശുക്കൾ ഈ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സംസ്കാരത്തെ ജനിപ്പിക്കുന്ന ഏർപ്പാടാണ് എന്റേത്. അല്ലാതെ അനാഥാലയങ്ങൾ സൃഷ്ടിക്കുന്നവൻ എപ്പോഴും ചിന്ത എന്താണ്? ഇവിടെ അനാഥന്മാരുണ്ടാകണം എന്നുള്ളതാണ്. ഇവിടെ അതിന്റെ ഒരു ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകണം. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ഹിന്ദുക്കളായ ജന്തുക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇതൊന്നും ചെയ്യുന്നില്ല? നമുക്കത് സാധ്യമല്ല. നമ്മുടെ സംസ്കാരം ഇതാണ്. നമ്മൾ അതിനെ എതിരുമല്ലേ? പക്ഷെ നടക്കേണ്ടതൊക്കെ നടക്കുക, എന്തോ ആവട്ടെ. പക്ഷെ ഇതൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഉത്തരം. അതുകൊണ്ട് നിങ്ങൾ അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ നിങ്ങൾ അതിനെ താലോലിക്കുന്നു, നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നു. എന്തിന്? പ്രശ്നങ്ങളെ. ഒരു ഗ്രാമത്തിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ കഴിയുന്നതും പോലീസ് സ്റ്റേഷൻ ഇല്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പോലീസ് സ്റ്റേഷൻ വന്നാൽ പിന്നെ കേസുകൾ ഇങ്ങനെ വരികയായി. പണ്ട് ഇത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. പണ്ട് ഇത്ര പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അല്ലേ ആൾക്ക് വീതം പോലീസാണ്. അപ്പം അറിവിന് സദൃശമായി ഈ അറിവാണ്. അതിപ്പോ വിശക്കുന്നവന് അറിവല്ല കൊടുക്കുക, അത് അവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അത് വേറെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു താരതമ്യം ചെയ്യുന്നത്? ഒരു ബന്ധവുമില്ലാത്ത താരതമ്യമാണത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് അറിവ് തന്നെയാണ് ഏറ്റവും നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. ഇവിടെ ഏറ്റവും ഉദാത്തമായത് അറിവ് തന്നെ എന്ന് പറയാം. തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. കാലം കൊണ്ട് സംസിദ്ധ യോഗസിദ്ധി നേടിയവൻ തത് ആത്മനി, അവൻ ആ ആത്മാവിനെ സ്വയം വിന്ദതി, അറിയുന്നു. അപ്പോഴേ അവന് ഇതിൽ നിന്നൊക്കെ ഉള്ള മോചനം ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ അവന് എപ്പോഴും ലോകത്തോടും എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് അവൻ അങ്ങനെ കഴിയുന്നു. ആർക്കാണ് ഈ ജ്ഞാനം കിട്ടുന്നത്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഭഗവത്ഗീതയിലെ വേറൊരു പ്രധാനപ്പെട്ട ശ്ലോകം. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ഉണ്ടാകുന്നു.
അല്ലാതെ വിശ്വാസിക്കല്ല അല്ലെങ്കിൽ അജ്ഞാനിക്കല്ല എന്ന് പറയാം. ശ്രദ്ധയുള്ളവന്, അന്വേഷകനാണ് ഈ ജ്ഞാനം കിട്ടുന്നത്. അതും എന്താ ഈ അധ്യായത്തിന്റെ ഉപസംഹാരമായിട്ട് ഭഗവാൻ പറഞ്ഞു, ജ്ഞാനയോഗ രഹസ്യം അറിയാത്തവന് കർമ്മയോഗിയായി ഇരിക്കുക എന്നുള്ളത് സാധ്യമല്ല. ജ്ഞാനയോഗ രഹസ്യം അറിയാത്തവന് കർമ്മയോഗിയായി ഇരിക്കാൻ സാധ്യമല്ല. കർമ്മയോഗി എന്ന നിലയിലല്ലാതെ ജ്ഞാനയോഗിയായി ഇരിക്കാനും സാധ്യമല്ല. ഇതിന്റെ പൂരണം ഇതാണ്. എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇതിന്റെ എഴുതി വെച്ചത് ഓർമ്മയുണ്ട് സ്വാമി. അതെ, അത് ശിരസിന് സ്വീകാര്യമായിട്ടുണ്ട്. പക്ഷേ ശരീരത്തിന് ഇപ്പോഴും അന്യമാണ് എന്ന് പറയാം. അതുകൊണ്ട് ശരീരത്തിലേക്കും കൂടെ അതിനെ സ്വീകരിപ്പിക്കും. 6-ാം അധ്യായം ധ്യാനയോഗം. അത് ഭഗവാൻ അതിന്റെ ക്രമത്തിലുള്ള ഒരു ക്ഷമിക്കണം 5-ാം അധ്യായം കർമ്മ സന്യാസം. കർമ്മത്തിന്റെ സന്യാസം എന്ന് പറഞ്ഞാൽ കർത്തൃത്വത്തിന്റെ ന്യാസം തന്നെ, കർത്തൃത്വത്തെ ഉപേക്ഷിക്കൽ. സന്യാസത്തിന്റെ സന്യാസത്തെക്കുറിച്ച് അർജുനൻ ചോദിച്ചു. അർജുനൻ ഇങ്ങനെ പടിപടിയായിട്ട് ചോദ്യങ്ങൾ, അർജുനന്റെ ചോദ്യം ഉയർന്നു വരുന്നത് ശ്രദ്ധിച്ചോ അല്ലേ? ഇവിടെ എത്തിയപ്പോ അർജുനൻ എന്താ ചോദിച്ചത്? സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. മൂപ്പരിപ്പോ ഒന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്, ആ ഒന്നിങ്ങോട്ട് പറയാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ നിന്ന് എന്തറിയണം? സന്യാസത്തെയും യോഗത്തെയും. അങ്ങ് സന്യാസത്തെക്കുറിച്ച് ഗംഭീരായിട്ട് പറയുന്നുണ്ട്, പക്ഷെ യോഗത്തെ വാഴ്ത്തി പറയുന്നുണ്ട്. ഏതാ ശ്രേഷ്ഠം എന്ന് വെച്ചാൽ എനിക്കിങ്ങോട്ട് പറഞ്ഞു തരാം. അതിന് ഭഗവാൻ സന്യാസത്തെ നിർവചിക്കുന്നു ഈ ശ്ലോകത്തിൽ, ഈ അധ്യായത്തിൽ എന്ന് പറയാം. ആദ്യം തന്നെ ഭഗവാൻ എന്താ പറഞ്ഞത്? 3-ാമത്തെ ശ്ലോകത്തിൽ. മൂന്നാമത്തേതിൽ പറയുന്നു നിത്യസന്യാസി എന്ന് പറയുന്നു. അങ്ങനെയുണ്ട് ഒരു സന്യാസി, നിത്യസന്യാസി. നിത്യസന്യാസി, ആഴ്ച സന്യാസി, മാസസന്യാസി, കൊല്ല സന്യാസി. ഇവിടെ നിത്യസന്യാസി ആരാണവൻ? യഹ ന ദ്വേഷ്ടി ന കാംക്ഷതി. സന്യാസമൊക്കെ വളരെ ലളിതമാണ്. ഒരാളോടും ദ്വേഷമില്ലാത്തവൻ, ഒന്നും ആഗ്രഹിക്കാത്തവൻ. ധ്യായതോ വിഷയാൻ പുംസഹ, അതില്ലാത്തവൻ. അതുകൊണ്ട് തന്നെ അവന് എന്തില്ല? ദ്വേഷമില്ല എന്ന് പറയാം. നിർദ്വന്ദ്വ, ദ്വന്ദ്വങ്ങളെയൊക്കെ അതിജീവിച്ചവൻ. മഹാബാഹോ, നിനക്കത് സാധിക്കും എന്ന് പറയാം. സുഖം ബന്ധാത് പ്രമുച്യതേ, ബന്ധാത് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ സുഖം മുച്യതേ, നീ വളരെ എളുപ്പത്തിൽ തന്നെ മോചിതനാകുന്നു. എങ്ങനെ? ഈ അറിവ് കൊണ്ട്. ഇതാണ് നീ പരിശീലിക്കേണ്ടത്. പിന്നെ കുട്ടികളൊക്കെ പറയുന്നു. എന്താ കുട്ടികൾ പറയുന്നത്? നീ അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണെന്നറിയാം? ഒരു കുട്ടിത്തരായിരുന്നു എന്ന് പറയാം. സാംഖ്യയോഗവും പൃഥക് ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ. പണ്ഡിതന്മാരിതിനെ വെവ്വേറെയായിട്ടൊന്നും പറയില്ല. കുട്ടികളാണിത് വേറെ വേറെ എന്ന് പറയുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബാലദശയിലുള്ളവർ. അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തവർ പറയും അത് വേറെ ഇത് വേറെ എന്നൊക്കെ. ജ്ഞാനികളെ സംബന്ധിച്ച് അത് വേറെയല്ല. പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്ലോകം പറഞ്ഞിട്ടുള്ളത് യത് സാംഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈഹി അഭിഗമ്യതേ. ഏതൊന്നാണ് ജ്ഞാനം കൊണ്ട് പ്രാപിക്കാവുന്നത് അത് തന്നെയാണ് യോഗം കൊണ്ട് പ്രാപിക്കാവുന്നത്, അത് തന്നെയാണ് പ്രാപിക്കപ്പെടുന്നത് എന്ന് പറയാം. ഏകം സാംഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. യ പശ്യതി സ പശ്യതി ഭഗവാന്റെ ഒരു പ്രത്യേക പ്രയോഗമാണ്. ആര് കാണുന്നു? അവൻ കാണുന്നു. എന്ത് കാണുന്നു? എങ്ങനെ കാണുന്നു? അറിവില്, ആ അറിവ് കൊണ്ട് കാണുന്നു എന്ന് പറയാം. കർമ്മങ്ങളുടെ ന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ്? 13-ാമത്തെ ശ്ലോകത്തില് സർവകർമാണി മനസ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേദേഹി നൈവ കുർവന്ന് കാരയന്ന്. ഇതും ഓർമ്മയിരിക്കട്ടെ എന്ന് പറയാം. ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തിയിട്ടുള്ള ഒരുവൻ സർവകർമാണി മനസാ സന്യസ്യ, എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ച് എന്ത് ചെയ്യുന്നു? നവദ്വാരേ, 9 ദ്വാരമുള്ള പുരേ, ശരീരത്തിൽ ന ഏവ കുർവൻ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ന കാരയൻ, ഒന്നും ചെയ്യിക്കുന്നുമില്ല എന്ന് പറയാം. സുഖം ആസ്തേ, സുഖമായിട്ടിരിക്കുന്നു. ഇതാണ് മൂപ്പരുടെ ഇരിപ്പ്. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല. പിന്നെ ആരാ ഇതൊക്കെ ഒപ്പിക്കുന്നത്?
അതുകൊണ്ട് തുടർന്ന് പറയാം, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. എനിക്ക് യാതൊരു കർത്തൃത്വവും ഈ ലോകത്തോടില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം എനിക്കില്ല എന്നല്ല, അങ്ങനെ വിചാരിച്ചു വെക്കരുത്. പക്ഷെ നമ്മളൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിചാരിക്കുന്നതാ കുഴപ്പം. ഭഗവാൻ അത് ലോകത്തിന്റെ ഉത്തരവാദിത്വം തന്നെ എടുക്കുന്നില്ല. പിന്നെ ആ കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് 18ാമത്തെ ശ്ലോകത്തിൽ? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവശ്വപാകേച പണ്ഡിത സമദർശിന. പണ്ഡിതന്റെ സമദർശനം. ഇതെല്ലാം ആ സത്യത്തെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. കേട്ടിട്ടില്ലേ, ഒരു പണ്ഡിതൻ ഒരിക്കൽ, അദ്ദേഹം ഈ ജ്ഞാനി, വളരെ പ്രസിദ്ധമായിട്ടുള്ളതാ, അദ്ദേഹം എച്ചിൽ കൂമ്പാരത്തിന്റെ സമീപത്തിരുന്ന് നായെ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ആളുകൾ ചിരിക്കുന്ന എന്താണെന്ന്. അപ്പൊ അദ്ദേഹം പറയും, ഈ വിഷ്ണുവിനെ ഊട്ടുന്നു, അതിനെന്തിനാ വിഷ്ണുക്കളെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് എന്ന്. അതായത് നായയും വിഷ്ണു, താനും വിഷ്ണു, നോക്കി പരിഹസിക്കുന്നവരും വിഷ്ണുവിനെന്തിവിടെ കാര്യം എന്ന്. പണ്ഡിത സമദർശനം. അപ്പൊ ഇത് കഥയിൽ ഇങ്ങനെയൊക്കെ ഉദാഹരണ സഹിതമൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ കൂടിയിട്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഇങ്ങനെ എച്ചിൽ കൂനയുടെ സമീപത്ത് പോയിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ പാണ്ഡിത്യം വരൂ എന്ന്. അങ്ങനെയില്ല എന്ന് പറയാം. എല്ലാറ്റിലും ഉള്ളത് ആ സത്യമാണ് എന്നറിയാനുള്ളൊരു, കാരണം ഇതൊക്കെ നമ്മൾ ഈ ഗീതയൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മൾ ഇത് വീട്ടിൽ എങ്ങനെയാ വരേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ കുറച്ച് ജോലിക്കാരും. നമ്മുടെ ഗീത എത്രത്തോളം നമ്മളുമായിട്ട് ഇത് ശരീരമായിട്ട് ബന്ധപ്പെട്ടു എന്നറിയാൻ നമ്മൾ ജോലിക്കാരെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിയാൽ മതി. അവറ്റകളൊന്നും നന്നാവില്ല സ്വാമി, അത് ആദ്യം മാറ്റണം ആ ചിന്ത, അല്ലേ? അവര് വരാൻ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാനുണ്ടായ സാഹചര്യം, അവർക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? ചിലരൊക്കെ വളരെ അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടിയൊക്കെയാ പറയുന്നത്, ഞങ്ങളുടെ ജോലിക്കാരൊന്നും ഞങ്ങളെ നേരെ നിൽക്കില്ല. നേരെ നിന്ന് കഴിഞ്ഞാൽ അപ്പാട്ടി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അവരെന്നെ ഞങ്ങൾ ഇരുത്തില്ല, മുൻപിൽ ഇരുത്തില്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ വേറെയാണ്. നിങ്ങളുടെ ഗ്ലാസ്സിൽ അവര് ചായ കുടിക്കണം, അതിപ്പോ നിങ്ങൾ വേണമെങ്കിൽ വേറെ വെച്ചോളൂ, അതല്ല സ്വാമി പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യനാണ്, ഒരാത്മാവുണ്ട്, ഒരു മനസ്സുണ്ട്, വികാര വിചാരങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവണം എന്ന് പറയും. അതൊന്നുമില്ല, വലിയ ഗീതയും കാര്യങ്ങളൊക്കെയാണ്. മറ്റവരോട് അവരെന്തു പറഞ്ഞാലും നമുക്കതൊന്നും സ്വീകാര്യമല്ല. വളിച്ചതും പൊളിച്ചതും ഒക്കെ അവർക്ക്. നല്ലതുണ്ടെങ്കിൽ തന്നെ അന്ന് കൊടുക്കില്ല, 4 ദിവസം കഴിയട്ടെ എന്ന് പറയും. 4 ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അതിലൊക്കെ അതേ സമയത്ത് ചിലരൊക്കെ ഉണ്ട്, ചിലരൊന്നും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലിക്കാരനാണോ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ സമീപനത്തിൽ മാറ്റം വരേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക, ആവശ്യമുണ്ട് എന്ന് പറയാം. നോക്കൂ, നമ്മൾ അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇടപഴകല്, അതിലൊക്കെ എത്രത്തോളം നമുക്ക് നമ്മളെ പോലെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയുന്ന സമയത്ത് നമുക്കതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ഒക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. അത് തന്നെ ആ സമദർശനം എന്ന് പറയുക. തുടർന്ന് 6-ാം അധ്യായം. 6-ാം അധ്യായത്തില് സന്യാസത്തിന്റെ ലക്ഷണം തന്നെ ഭഗവാൻ തുടർന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിഹി ന ച അക്രിയഃ. അതായത് ആരാണ് സന്യാസി? കർമ്മഫലത്തെ ആശ്രയിക്കാതെ ചെയ്യേണ്ട കർമ്മത്തെ യാതൊരുവൻ ചെയ്യുന്നുവോ അവൻ സന്യാസി, അവൻ യോഗി. അപ്പൊ നമ്മളൊക്കെ സന്യാസികളാകണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി. എന്താണ് വഴി? കർമ്മഫലത്തെ ആശ്രയിക്കാതെ ചെയ്യേണ്ട കർമ്മത്തെ യാതൊരുവൻ ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണത്. സന്യാസത്തിന്റെ തുടർന്നുള്ള ലക്ഷണം ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ധ്യാനത്തിലേക്ക് കടക്കുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഃ സ സന്യാസി സ യോഗി. അല്ലാതെ ആരാണ്? നിരഗ്നിഹി ന, അഗ്നിയില്ലാത്തവനല്ല.
അത് കർമ്മം ചെയ്യാത്തവൻ, തീ കൂട്ടാത്തവൻ, അക്രിയ കർമ്മ ചെയ്യാത്തവൻ അവനല്ല എന്ന് പറയാം. ഭഗവാൻ പറഞ്ഞു യം സന്യാസം ഇതി പ്രാഹു തം യോഗം വിദ്ധി പാണ്ഡവ. അർജുന, ഏതൊന്നിനെയാണ് സന്യാസം എന്ന് പറഞ്ഞത് അത് തന്നെയാണ് യോഗമെന്ന് നീ മനസ്സിലാക്കണം, പലതല്ല എന്ന് പറയാം. ഇനി ആരാണ് സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാതെ ഒരുവനും യോഗിയോ സന്യാസിയോ ആവുന്നില്ല? ഇതാണ് സന്യാസത്തിന്റെ നിർവചനം ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞു യം സന്യാസം ഇതി പ്രാഹു തം യോഗം വിദ്ധി പാണ്ഡവ. അർജുന, ഏതൊന്നിനെയാണ് സന്യാസം എന്ന് പറഞ്ഞത് അത് തന്നെയാണ് യോഗമെന്ന് നീ മനസ്സിലാക്കണം, പലതല്ല എന്ന് പറയാം. ഇനി ആരാണ് സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാതെ ഒരുവനും യോഗിയോ സന്യാസിയോ ആവുന്നില്ല? ഇതാണ് സന്യാസത്തിന്റെ നിർവചനം ഭഗവാൻ പറഞ്ഞത്. ഇതിലാണ് വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. എന്താണ്? ഉദ്ധരേതാത്മനാത്മാനം, മന്ത്രം പോലെ സ്വീകരിക്കേണ്ടത്. ഈ ഭഗവത്ഗീതയിൽ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. കാണാതെ പഠിച്ചു വെക്കണേ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ഓർത്തുകൊള്ളുക ഈ ശ്ലോകം. ഗീതയിൽ ഈ ശ്ലോകം ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത് ഓർമ്മ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഉദ്ധരേത് ആത്മനാ ആത്മാനം. ഉദ്ധരേത് ഉയർത്തണം, ഉദ്ധരിക്കണം. ആരെ? ആത്മനാ. തളർന്ന മനസ്സിനെ. തളർന്ന മനസ്സിനെ ഉണർത്തണം. ഏത് മനസ്സുകൊണ്ട്? വിവേകപൂർണമായ മനസ്സുകൊണ്ട്. അപ്പൊ അത് മനസ്സല്ല, ബുദ്ധിയാണ് എന്ന് പറയും. ന ആത്മാനം അവസാദയെ. ആ വികാര വിചാരങ്ങളുടെ കൂടെ നിങ്ങൾ പോകരുത്. എന്നാലും അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ മതി, മരിക്കാൻ പോവാണ്, ഞാൻ തൂങ്ങിച്ചാവാൻ പോവാണ്, എന്നാ കയറെടുക്കല്ലേ. അപ്പൊ നിങ്ങൾ ആ കയറിനുള്ള അന്വേഷണം നടത്തരുത്. പിന്നെയോ ഇതാ വിഷം മേടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ചിന്തയൊന്നും വേണ്ട എന്ന് പറയാം. ആത്മാനം ഉദ്ധരേത് ന ആത്മാനം അവസാദയേ. ഇങ്ങനെ ഈ കേൾക്കുന്നതുമായിട്ട് ഒക്കെ താദാത്മ്യം പ്രാപിച്ച് അതിന്റെ വഴിക്ക് ഒരിക്കലും പോകരുതേ എന്ന ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ ഭാഷ്യം പരിശോധിച്ചിട്ടുണ്ട് അല്ലേ. അതോ ഗമയേ എന്താ? അതെ, അടിയിലേക്ക് പോകരുത് നിങ്ങൾ എന്നാ. അടിയിലേക്ക് പോകരുത്, അത് അടിയിലേക്കുള്ള പോക്കാണെന്ന് പറയാം. എന്നെയോ ആത്മാനം ഉദ്ധരേത്. ഉദ്ധരിക്കുന്ന സമയത്ത് നാം നമ്മുടെ മിത്രം, അടിയിലേക്ക് പോകുന്ന സമയത്ത് നാം നമ്മുടെ ശത്രു. അപ്പൊ നാമാണ് നമ്മുടെ ശത്രു, നാമാണ് നമ്മുടെ മിത്രം. ഭഗവത്ഗീത പറയുന്നു. നമ്മൾ അനുവദിക്കാതെ ഒരു തരത്തിലും ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരാൾക്കും, ഈ ലോകത്ത് ഒരാൾക്കും നമ്മളെ ഒരു പ്രകാരത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിവേകപൂർവമായ ഒരു വികാരവും വിചാരവും ശരിക്കും മനസ്സിലാക്കണം. വികാരത്തിന്റെ കൂടെ പോകരുത്. എപ്പോഴും വികാരമാണ് മനസ്സ്, വിചാരമാണ് ബുദ്ധി എന്ന് പറയാം. തീരുമാനങ്ങൾ വിവേകപൂർവമായിരിക്കണം, വിചാരപൂർവമായിരിക്കണം. വികാരപരമായിട്ട് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും. അതൊക്കെ നമ്മളെ അടിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മൾ റിസൈൻ ചെയ്യുന്നത്, നമ്മൾ നീ മതി, ഇവിടെ വേണ്ട, പൊയ്ക്കോ എന്ന് പറയുന്നത്, ഞാൻ വരുമ്പോ ഇവിടെ കാണരുത് എന്നൊക്കെ പറഞ്ഞ് പരുഷമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശത്രു ആകാതെ എപ്പോഴും ഇതോർക്കുക. എന്ത് ചെറിയൊരു വിഷമം കടന്നു വരുമ്പം ഉദ്ധരേത് ആത്മാനം ന ആത്മാനം അവസാദയത്. അതുകൊണ്ട് കാണാതെ പഠിച്ചു വെച്ചോളൂ. ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഈ മന്ത്രം ഉദ്ധരേത് ആത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഞാൻ ഒരിക്കലും എനിക്ക് ശത്രുവാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഏറ്റവും വലിയ മിത്രമായിരിക്കണം. അപ്പൊ എൻ്റെ ഏറ്റവും എന്താ അടുത്ത സുഹൃത്ത് ഞാൻ തന്നെയായിരിക്കണം എനിക്ക്. ഞാൻ ഒരിക്കലും എൻ്റെ ശത്രു ആവരുത്. ഞാൻ എനിക്ക് ശത്രുവായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒറ്റ മിത്രമായിരിക്കട്ടെ. ഇതാണ് 6-ാം അധ്യായത്തിൽ. ഇനി നമ്മൾ 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കാണാൻ പോവാം. എന്താണ് ധ്യാനം? നമുക്ക് നോക്കാം.
കുറച്ച് മന്ത്രങ്ങൾ സ്വാമി പറഞ്ഞുതരാം, എഴുതിയെടുത്തോളൂ വേണ്ടവർ. എന്തൊക്കെ മന്ത്രങ്ങളായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തില് നമുക്ക് ഏറ്റവും നാം കടപ്പെട്ടിരിക്കുന്നത് ആദ്യം അമ്മയോട്. അതിന് തർക്കമില്ല. അതിന്റെ മുകളിൽ വേറെ ആരുമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് മാതൃദേവോ ഭവ. അല്ല സ്വാമിക്ക് അറിയില്ല ഞാൻ എന്റെ അമ്മയെ, അങ്ങനെ ചോദ്യമില്ല കേട്ടോ അവിടെ. എന്റെ അമ്മയെ സ്വാമിക്ക് അറിയാനിട്ട. ഈ ഗണത്തിലൊന്നും പെടുന്നതല്ല എന്റെ അമ്മ. അത് നിങ്ങളുടെ തോന്നല്. എന്തായാലും അത് അമ്മയായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ സ്വത്തിന്റെ പ്രശ്നമൊക്കെ അല്ലേ? ആ അമ്മയും പറയുന്നുണ്ട് എങ്ങനെയാ എന്റെ വയറ്റ് പറഞ്ഞതെന്ന് അറിയില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയാം. അതെ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഇതൊന്ന്. പിന്നെ അമ്മയുടെ ആ മാതൃഭാവം മുഴുവൻ നമുക്ക് കിട്ടണമെങ്കിൽ ആചാര്യസ്വാമികളുടെ മാതൃപഞ്ചകം. കൂട്ടത്തിൽ സ്വാമി ഈ തെറ്റിദ്ധാരണ മാറ്റിയേക്കട്ടെ. സ്വാമി ഈ മാതൃപഞ്ചകം ചൊല്ലുക അമ്മ മരിക്കാൻ കിടക്കുമ്പോഴോ മരിച്ചു കിടക്കുമ്പോഴോ അല്ലേ എന്ന്. എന്താ ഇതിനൊക്കെ പറയുക? അതിലങ്ങനെ ഒരു വരിയില്ല, ഇത് മരിച്ചു കിടക്കുമ്പോഴാണ് ചൊല്ലേണ്ടത്. നമ്മള് ചില സമയത്ത് ഈ വ്യാസമഹാ ഈ പ്രഭൃതികളെക്കാൾ വലിയ ജ്ഞാനികളായിത്തീരും. അതാ ഈ കുഴപ്പം മുഴുവൻ. ശങ്കരാചാര്യരെക്കാൾ വലിയ ശങ്കരനാവും നമ്മൾ. അപ്പോ ആചാര്യസ്വാമികള് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് എപ്പോഴാണോ എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നത് ആ സമയത്ത് അമ്മ സ്മരിച്ചാൽ മതി എന്നെ. സ്മരണയിൽ അമ്മയുടെ ആ സ്മരണ മാത്രയാൽ ഞാൻ ഇവിടെ എത്തിച്ചേരുന്ന, ഞാനത് അറിയും. അങ്ങനെ പറയുന്നുണ്ട്. കേദാർനാഥിലിരിക്കുന്ന ആചാര്യസ്വാമികള് ഇവിടെ അമ്മ കേരളത്തിലിരുന്ന അമ്മയുടെ അവസാന സമയത്ത് ശങ്കരനെ കാണണം എന്നൊരാഗ്രഹം അമ്മയ്ക്ക് തീവ്രമായിട്ട് ഉണ്ടായിരുന്ന ആ സമയത്ത് ശങ്കരാചാര്യർ വരികയായിരുന്നു. അപ്പൊ വന്നു. ശങ്കരാചാര്യരുടെ ആ ആചാര്യസ്വാമികളുടെ സാന്നിധ്യത്തിൽ അമ്മ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ആ ശരീരത്തെ ഉപേക്ഷിച്ച് ആ സാന്നിധ്യത്തിൽ അവിടെ നിന്നുകൊണ്ട് ആ മാതൃത്വത്തിന്റെ മഹനീയമായ ഭാവത്തെ ആചാര്യസ്വാമികൾ ശ്ലോകരൂപത്തിൽ അവതരിപ്പിച്ചതാണ് അത്രേ മാതൃപഞ്ചകം. അതുകൊണ്ട് ഈ മാതൃപഞ്ചകം ചൊല്ലിയാൽ നമ്മുടെ അമ്മ മരിക്കൊന്നുമില്ല. പക്ഷെ ആളുകൾ ധരിച്ചിരിക്കുന്നു, പലരും ഈ ഒരുപാട് വർഷമായിട്ട് കക്ഷത്ത് ഗീതയും വെച്ച് സ്റ്റഡി ക്ലാസ്സിന് പോകുന്നവരാ ഇത് പ്രചരിപ്പിക്കുന്നത്. എന്താ നിങ്ങൾ ഈ പഠിക്കുന്നത് പോയിട്ട്? അതുകൊണ്ട് ദയവേത് ഇങ്ങനത്തെ ഇതൊന്നും പറയാതിരിക്കൂ. അതിൽ പറയണു ആദ്യത്തെ വരിയിൽ തന്നെ, ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാംവത്സരി ഏകസ്യാപിന ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതി മുന്നതോസ്മി തനയേ തസ്യൈ ജനന്യേ നമ. ഞാൻ അറിയുന്നു അമ്മയുടെ എന്താ പറയുക, അതായത് ആചാര്യസ്വാമികള് ഒരു ആ അനുഭവം തനിക്കുണ്ടായതുപോലെയാണ് അതിനെ പങ്കുവെക്കുന്നത് എന്ന് പറയാം. തനിക്കുണ്ടായതുപോലെ വളരെ ഭംഗിയായിട്ട് അതിനെ അവതരിപ്പിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അമ്മയെ സ്മരിക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ ഞാനും ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ അമ്മയ്ക്ക് എനിക്ക് ചെയ്യാനുള്ളത് എന്താ? ആ തസ്യൈ ജനന്യേ നമ, ആ ജനനിക്കായിട്ട് എന്റെ ഒരു നമസ്കാരം. സകലാനപരാധാൻമേ മേ, എന്റെ സകലാനപരാധാൻ, എന്റെ എല്ലാ അപരാധങ്ങളും. ഞാൻ ഇതുവരെ കുരുത്തക്കേടുകളെ ചെയ്തിട്ടുള്ളൂ. സകലാനപരാധാൻമേ ക്ഷമസ്വ, ക്ഷമിച്ചാലും. കരുണാനിധേ, കാരുണ്യത്തിന്റെ നിധിയാണ് അച്ഛൻ അങ്ങ്. എന്റെ അച്ഛനോ സ്വാമിക്ക് അറിഞ്ഞൂടാ. ദയവേത് അങ്ങനെ ചിന്തിക്കാതിരിക്കും പ്ലീസ്. ചില ചിന്തകളൊക്കെ വരുന്നു ഇവിടേക്ക് ഇങ്ങനെ, അതുകൊണ്ട് പറയാം. സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീത മദ്ഗുരോനാഥ. പ്രസീത,
പ്രസാദിപ്പിച്ചാലും മദ്ഗുരോ, എന്റെ ഗുരു, എന്റെ ഗുരുനാഥൻ അങ്ങാണ്. ജനകായ നമോ നമ, ജനിപ്പിച്ചവനായ അങ്ങേക്കായിട്ട് നമോ നമ, നമസ്കാരം നമസ്കാരം. വീണ്ടും നമസ്കാരത്തിന്റെ ഒരു പരമ്പര എന്ന് പറയുക. നമോ നമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു പരമ്പര ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ ആ പിതൃഭാവത്തെ, പിതാവിൻ്റെത് കരുത്താണ് നാം പറയാം. അപ്പൊ ആ മാതൃഭാവത്തിൽ നിന്ന് നാം സ്നേഹം, ദയ, ലാവണ്യം, ഈ സഹാനുഭൂതി ഇത്യാദി ഗുണങ്ങളൊക്കെയാണ് മാതൃത്വം. എന്നാൽ പിതാവിൽ നിന്ന് കരുത്ത്, ശക്തി, ധൈര്യം ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവന്ദനം ഒരുപാടുണ്ട്. ഗുരുഗീതയിൽ അവസാനത്തെ ശ്ലോകം ത്വമേവ മാതാച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവ ദേവ. അങ്ങ് തന്നെയാണ് എല്ലാം. സുഹൃത്തായിട്ടും ഈശ്വരനും എല്ലാം അങ്ങ് തന്നെ എന്ന് പറയാം. ത്വമേവ ശരണം. അത് ഏതൊരു സാന്നിധ്യത്തെയാണോ നാം ഗുരുവായി സങ്കല്പിച്ചത്, ആ സാന്നിധ്യത്തോട് നമ്മുടെ സമീപനം ഇതായിരിക്കണം. പിന്നെ ഭൂമിയെ, മനസ്സുകൊണ്ട് ഭൂമിയെ ഭാവന ചെയ്യുന്നത് ഭൂമി വന്ദനം. സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഈ ശ്ലോകങ്ങളിൽ ചില പുസ്തകങ്ങളിലൊക്കെ പാഠഭേദം കാണാം. പിന്നെ ഭൂമിയെ എന്തിനാണ് വന്ദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയുടേതായിട്ടുള്ള സവിശേഷമായ ഭാവങ്ങൾ, അത് ധരണി, അവനി എന്നൊക്കെ പറയുമല്ലോ, ക്ഷമ. ഭൂമി എല്ലാ വൈവിധ്യങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ഇതുപോലെ എല്ലാ ഭൂമി വന്ദനത്തിലൂടെ, ഭൂമിയെ സ്മരിക്കുന്നതിലൂടെ ഞാൻ കൈവരിക്കുന്നത് ഇതായിരിക്കണം. ഇതാണ് ഇതിന്റെ താത്പര്യം. എന്താണ്? ഭൂമിയെ പോലെയാകാൻ എനിക്ക് സാധിക്കട്ടെ. ഭൂമി എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എല്ലാ വൈവിധ്യങ്ങളെയും തന്റെ മടിത്തട്ടില് ഒരമ്മ എന്ന പോലെ അതെല്ലാറ്റിനെയും കാത്തു സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. ഇതുപോലെ എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് സാധിക്കണം എന്നാണ്. സമുദ്രവസനേ, സമുദ്രത്തിലാണത്, സമുദ്രമാണ് അതിന്റെ വസനം എന്ന് പറയാം, വസ്ത്രം. പർവ്വതസ്തനമണ്ഡലേ, പർവ്വതമാണ് അതിന്റെ സ്തനങ്ങൾ. അവിടുന്നാണ് അതിന്റെ ഈ സമുദ്രത്തിനൊക്കെ ഹേതുവായിട്ടുള്ള നദികളൊക്കെ ഉദ്ഭവിക്കുന്നത്. എങ്ങനെയാണോ ഒരമ്മ കുട്ടികൾക്ക് മുലയൂട്ടുന്നത്, അതുപോലെ ഭൂമി പർവ്വതത്തിൽ നിന്ന് വരുന്ന ആ മുലപ്പാല് പോലെയുള്ള ഗംഗയും യമുനയും ഒക്കെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. അപ്പൊ ആ ഭാവന പ്രപഞ്ചത്തോട് വേണം, നദികളോട് വേണം. വസ്ത്രമാണ്, ആ വസ്ത്രത്തെ അഴുക്കാക്കരുത് എന്നൊരു ചിന്ത വേണം. വിഷ്ണു പത്നി, ഭഗവാന്റെ പത്നിയാണ്. ആ ദേവിയെ മനസ്സുകൊണ്ട് സ്മരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഭൂമി, അതുപോലെ സൂര്യൻ, നവഗ്രഹ പ്രാർത്ഥന. നമസൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. നമസൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. സൂര്യനും ശുക്രനും കേതുവിനും എല്ലാവർക്കും നമസ്കാരം. ആ ഗാലക്സിയെ, നമ്മുടെ ഗാലക്സിയെ, ഇവരൊക്കെ വളരെ ഭംഗിയായിട്ട് അവരവരുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ ഒരു മാറ്റവും കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ എനിക്കും ചെയ്യാൻ സാധിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന്, ഗ്രഹങ്ങളിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ടുന്നത് ഇതാണ്. പിന്നെ ഗോവന്ദനം. പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെ നമുക്ക് മാതൃകയായി സ്വീകരിക്കാവുന്ന ആ ജീവിത ശൈലിയെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ സ്മരിക്കുകയാണ്. ഗോവന്ദനം പഠിച്ചതാണെന്നാണ് തോന്നുന്നത്. ഗാംച ദൃഷ്ട്വാ നമസ്കൃത്യ, ഗാംച ദൃഷ്ട്വാ നമസ്കൃത്യ കൃത്വാ ചൈവ പ്രദക്ഷിണം, കൃത്വാ ചൈവ പ്രദക്ഷിണം പ്രദക്ഷിണീകൃതാതേന
പ്രദക്ഷിണീകൃതാതേന സപ്തദ്വീപാ വസുന്ധര. സപ്തദ്വീപാ വസുന്ധര. ഒന്നുകൂടെ പറയാ. ഗാം ച ദൃഷ്ട്വാ നമസ്കൃത്യ കൃത്വാ ചൈവ പ്രദക്ഷിണം പ്രദക്ഷിണീകൃതാതേന സപ്തദ്വീപാ വസുന്ധര. സർവകാമദുഃഖേ ദേവി. സർവകാമദുഃഖേ ദേവി. സർവതീർത്ഥാഭിഷേചിനി. സർവതീർത്ഥാഭിഷേചിനി. പാവനേ സുരഭിശ്രേഷ്ഠേ. പാവനേ സുരഭിശ്രേഷ്ഠേ ദേവി തുഭ്യം നമോസ്തുതേ. ദേവി തുഭ്യം നമോസ്തുതേ. പശുവിനെ കണ്ടാൽ ഗാം ച ദൃഷ്ട്വാ നമസ്കൃത്യ, നമസ്കാരാദികളെ ചെയ്യണം എന്നാ. പശുവിനെ കണ്ട നിങ്ങൾ പശുവിനെ കണ്ടെടുത്ത് വെച്ച് നമസ്കരിക്കണം. ചിലപ്പോൾ തൊഴുത്തിൽ നമസ്കരിക്കാനൊന്നും പറ്റില്ല. മനസ്സുകൊണ്ട്. എന്തിനാണ് ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ? ആ ഒരു വലിയ ദർശനത്തെ നമ്മൾ ആ പശുവിന്റെ ജീവിതം ഒരു ദർശനമാണ്. എന്താണത് ചെയ്യുന്നത്? വലിയൊരു എന്താ പറയുക, ഏറ്റവും ഉദാത്തമായ ജീവിതം നയിക്കുന്ന ഒരു ജീവിയാണ് പശു. എന്താ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ആർക്കും വേണ്ടാത്തതാണ് അത് സ്വീകരിക്കുന്നത്. പുല്ല്. പുല്ല്. പിന്നെയോ ഈ കാടിവെള്ളം എന്ന് പറയല്ലോ, നമ്മുടെ അരി കഴുകിയതും അല്ലെങ്കിൽ അത് വേവിച്ചതും ഒക്കെ വെള്ളം. അതായത് നികൃഷ്ടമായതിനെ, നിരർത്ഥകമായതിനെ സ്വീകരിച്ച് ഉത്കൃഷ്ടമായതിനെ പ്രദാനം ചെയ്യുന്നു. അത് തരുന്ന പാല്. ആ പാലിൽ നിന്ന് എന്തൊക്കെയാ ഉണ്ടാക്കാൻ പറ്റുന്നതില്ലേ? ഇതാണ് ലോകത്തിലെ ഏറ്റവും, ലോകത്തിൽ ജീവിക്കുക ഇങ്ങനെയാണ്. അതിന്റെ വിസർജ്യം പോലും, അത് പുറത്തുവിടുന്നതെല്ലാം തന്നെ വിസർജ്യം പോലും അത് അമൃത സമാനമാണ്. എല്ലാം. അതിന്റെ ചാണകം അല്ലേ? ചാണകം മെഴുകിയ നിലത്ത്, അതിന്റെ ചാണകം മെഴുകിയിട്ട് ആ നിലത്ത് നമുക്ക് കിടന്നുറങ്ങാം. നമ്മുടെ ചാണകം പറ്റുമോ? പറ്റില്ല എന്ന് പറയാം. നമ്മുടെ ചാണകം ചിന്തിക്കാൻ പറ്റില്ല. അതെ, ഇത്ര കേമനാണ് അത്ര ഹിമൻ. അപ്പൊ ഗോമൂത്രം, പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്നതാണ്. ആയുർവേദത്തിൽ ഇതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു വളരെ ത്യാഗസമ്പന്നമായ ജീവിതത്തിന്റെ ഒരു മാതൃകയാണ് പശു. അപ്പൊ ഞാൻ പശുവിനെ നമസ്കരിക്കുന്നുവെങ്കിൽ ബാഹ്യമായ ഒരു ജീവിയെ പോയിട്ട് അന്ധവിശ്വാസത്തിന്റെ മുകളിൽ ചെയ്യുന്നതല്ല. ഒരു ഉദാത്തമായ ദർശനത്തെ തനിക്ക് കാഴ്ചവെക്കുന്ന ഒരു ജീവിയാണ്. ആ നിലയ്ക്ക് ആ ദർശനത്തിനുള്ള നമസ്കാരമാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതാണ്. നിരർത്ഥകമായതാണ് പശു സ്വീകരിക്കുന്നതെങ്കിൽ എത്ര ഉത്കൃഷ്ടമായതാണ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്? വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നിന്റെ ജീവിതത്തെ ഞാൻ നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് പശുവിനെ സ്മരിക്കുമ്പം ഈ ഉത്തരവാദിത്വം നമുക്ക് ദിനം പ്രതി അതിങ്ങനെ നമ്മില് ആ ഉത്തരവാദിത്വ ബോധം വന്ന് നിറയും. ഇനി കുറച്ച് അശ്വത്ഥവന്ദനമുണ്ട്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണെ അഗ്രത ശിവരൂപായ വൃക്ഷരൂപായ തേ നമഃ. അതും ഇതുപോലെയാണ് എന്ന് പറയാം. വൃക്ഷങ്ങളും ഇതുപോലെയാണ്. അങ്ങനെയുള്ള കുറച്ച് മന്ത്രങ്ങൾ ഇനി എന്തൊക്കെയാ ഓർമ്മ വരുന്നത് അത് പറയാം. നാളെ നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടെ കണ്ടിട്ടേ 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ഇനി കുറച്ച് കാര്യം പറയാം. ഒരു ശ്ലോകം പറയാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വാമി റിവിഷൻ ചെയ്യുന്നത്. ഏത് ശ്ലോകം? സർവധർമാൻ പരിത്യജ്യ. അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും.